എന്നാൽ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എത്രമാത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഡിസംബറിൽ കുറച്ച് ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ദൈവാത്മാവ് ഒരു ഗൈഡൻസ് തന്നു. അന്ന് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കണമെന്നുള്ളൊരു നിയോഗവും കൂടെ പരിശുദ്ധാത്മാവ് തന്നു. അങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനായിട്ടും ഇടയായത്. അതിനുശേഷം പിന്നീട് പല സ്ഥലങ്ങളിൽ സംസാരിച്ച പല സ്ഥലങ്ങളിലും വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണാൻ വേണ്ടിയിട്ട് ദൈവം കൃപ ചെയ്തു. ഈ കഴിഞ്ഞ മാസം ഒരു 10 ദിവസത്തെ ക്ലാസ് ഞങ്ങളെടുത്ത് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദിയിൽ ഇങ്ങനെ നടത്തുകയുണ്ടായി. അതിങ്ങനെ നീട്ടി പിന്നീട് കണ്ടിന്യൂസ് ചെയ്ത് 20 ദിവസത്തോളം ക്ലാസ് നീണ്ടുപോകാനിടയായി. സോ എന്നിട്ടും ആ ടോപ്പിക്ക് പറഞ്ഞു തീർന്നില്ല. വീണ്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വലിയ ആഴങ്ങൾ, അതിൻ്റെ ഒത്തിരി ഗൗരവമേറിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. നമുക്കൊരുമിച്ച് ഇങ്ങനെയൊരു സന്ദർഭം പ്രത്യേകാൽ ദൈവം തന്നല്ലോ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാനായിട്ടും കേൾക്കാനായിട്ടും ഒക്കെ. സോ ഈ നല്ല അവസരത്തെ നിങ്ങൾ മാക്സിമം വിനിയോഗിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് ചിന്തിക്കുകയും ചെയ്യാം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് അത് പങ്കുവയ്ക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷമുള്ളവരായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. സോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ അല്പം ഗൗരവമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. സോ അതിൻ്റെ 1-2 ഇൻട്രൊഡക്ഷൻ ഇന്ന് എത്രമാത്രം അത് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇന്ന് നമ്മൾ പ്രാരംഭമായിട്ട് കുറച്ച് നേരം ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം പിന്നീട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ നിങ്ങളായിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം. സോ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നതിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളൊരു ആമുഖമാണ് ഇന്ന് നമ്മൾ പ്രാരംഭമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ബൈബിൾ പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഈ ലോകത്തിലാണെങ്കിലും നമ്മൾ സാധാരണ എഡ്യൂക്കേഷൻ ചെയ്യാറുണ്ടല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കാറുണ്ട്. മാക്സിമം കഴിയുന്നത്രയും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ലൈഫിൻ്റെ സക്സസ് ബേസ് ആയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിലാണ്. അപ്പോൾ നിങ്ങൾ മറുചോദ്യം ചോദിക്കും, വിദ്യാഭ്യാസം ഇല്ലാത്തവരും വിജയിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളുടെ സഹായമില്ലാതെ, വിദ്യാഭ്യാസം ഉള്ള ഒരാളുടെ സഹായമില്ലാതെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് സക്സസ് ആവാൻ പറ്റത്തില്ല. സോ സക്സസ് ആവണമെങ്കിൽ സക്സസിൻ്റെ പിന്നിൽ വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആത്മീക ഗോളത്തിലും നിങ്ങൾക്ക് എത്രമാത്രം വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, എത്രമാത്രം ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആത്മീകമായി പ്രത്യേകിച്ച് വളരാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, എഡിഫിക്കേഷൻ ഒക്കെ ആവശ്യമാണ്. സോ ആത്മിക വിദ്യാഭ്യാസം അഥവാ ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളെ ആത്മികമായി വളർത്തും. അത് നമ്മുടെ ലൈഫിൽ വലിയ അനുഗ്രഹമായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുകയാണ്. നമ്മൾ 1 പഠിക്കുന്നു, 2 എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളത് നമ്മുടെ ലൈഫിൽ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ള ലോകത്തിലുള്ള വിദ്യാഭ്യാസമൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. പക്ഷേ ആത്മീക കോളത്തിൽ ആത്മീക കാര്യങ്ങൾ ബൈബിൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ പിന്നിലും പ്രധാന ഉദ്ദേശം 1 നമ്മൾ സ്വയമായിട്ട് പഠിക്കുകയും അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ലൈഫിൽ അത് പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ കർത്താവ് പറഞ്ഞൊരു പദം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അന്ത്യകൽപ്പന കൊടുക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുണ്ട്: ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് ഉപദേശിച്ചതൊക്കെയും മറ്റുള്ളവരെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. സോ ഇത് നമ്മുടെ എല്ലാവരുടെയും, ഇത് പാസ്റ്റർമാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഒരു ശിഷ്യനായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതും കൂടെ നമ്മൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഞാൻ 1-2 കാര്യങ്ങൾ കാണിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എത്രമാത്രമാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ വേഗത്തിൽ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷ 3.5 വർഷത്തോളം താൻ ചെയ്തു.
അതിനുശേഷം താൻ അവസാനമായി പറയുന്ന വാക്ക് ഒരു ഗ്രേറ്റ് കമ്മീഷനോട് കൂടിയാണ് കർത്താവ് തൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. താൻ അവസാനം പറഞ്ഞു നിർത്തുന്ന ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 49 വാക്യം വായിക്കാമെങ്കിൽ അവിടെ ഒരു വലിയ കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിന് ശേഷമാണ് യേശു സ്വർഗാരോഹണം ചെയ്തു പോകുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ പട്ടണം യെരൂശലേം വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ ശുശ്രൂഷയുടെ, പ്രത്യേകിച്ച് തൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ അവസാന നിമിഷം കർത്താവ് ലാസ്റ്റ് പറഞ്ഞു പോകുന്ന ഒരു പദം എന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് അയച്ചു തരും. യേശു ആ അവസാന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പലയിടങ്ങളിൽ പല രീതിയിൽ പറയുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നിങ്ങൾ ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. അതിപ്രധാനമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് വിശദീകരിച്ച് വാക്യം വായിച്ച് ആ ഭാഗത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആ ഭാഗം നോട്ട് ചെയ്യുക, വീണ്ടും നിങ്ങളത് വായിക്കുക. ഓക്കെ, എല്ലാവരും ദൈവമക്കളായതുകൊണ്ട്, വചനം അറിയാവുന്നതുകൊണ്ട്, അത്യാവശ്യം ഗ്രാഹ്യമുള്ളവരായതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കി നമ്മൾ വിശദീകരിക്കേണ്ട ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് വിശദീകരിച്ച് പറയാനും ചിന്തിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു നോട്ട് ബുക്ക് ഉള്ളത് നല്ലതാണ്. ബൈബിൾ അടുത്ത് വയ്ക്കുക. ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ ദയവായിട്ട് വായിക്കുക. എല്ലാവരും അത് റിയലൈസ് ചെയ്ത്, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെയാണോ എന്ന് നിങ്ങളും കൂടെ നോട്ട് ചെയ്യണം. നിങ്ങളും കൂടെ അത് ചെക്ക് ചെയ്യണം. വെറുതെ ഞാൻ പറഞ്ഞ പാസ്റ്റർ എല്ലാം പറഞ്ഞല്ലോ ഓക്കെ എന്ന് പറഞ്ഞു പോരും. നമ്മളിതൊരു ബൈബിൾ സ്റ്റഡിയാണ്, ഒരു പ്രസംഗമല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ദൈവസഭയ്ക്ക് ഇത് വളരെ ഗൗരവത്തോടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ദൈവസഭയ്ക്ക് പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ ലേഖനങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അവിടെ വളരെയധികം പ്രസംഗങ്ങളില്ല. പ്രസംഗങ്ങൾ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് വേണ്ടിയത് പ്രസംഗമല്ല. നിങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നും നമ്മുടെ സഭകളിലെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന കൂടുതലും പ്രസംഗങ്ങളാണ്. പക്ഷേ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, ലേഖനങ്ങൾ വായിച്ചു നോക്കിയാൽ, ലേഖനങ്ങളിലൂടെ പോയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ദൈവസഭയ്ക്ക് പ്രസംഗത്തെക്കാൾ അധികം ടീച്ചിങ്, പഠിപ്പീരാണ്. സഭയെ എക്വിപ്പ് ചെയ്യുന്ന, സഭയെ ഉറപ്പിക്കുന്ന ലേഖനങ്ങൾ പോലെയുള്ള പഠിപ്പീരുകളാണ് പൗലോസിന്റെ ലേഖനങ്ങൾ തുടങ്ങിയുള്ള ലേഖനങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. പ്രസംഗം കൂടുതലും നമ്മൾ ബൈബിൾ അടിസ്ഥാനമായി, പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ചിന്തിച്ചാൽ, പ്രസംഗങ്ങൾ കൂടുതലും നടത്തിയിരുന്നത് രക്ഷിക്കപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പത്രോസ് ആദ്യം പ്രസംഗം നടത്തി. അവിടെ 3000 പേരോളം കൂടിയിരുന്നു. 120 പേര് കൂടിയിരുന്നു. അവരുടെ മേലെ ആത്മാവ് വന്നു. പുള്ളിക്കാരൻ എഴുന്നേറ്റ് വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ചപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആത്മാവ് വന്നപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ കൂടി. അവിടെ കൂടി വന്നത് ഏകദേശം അധികം ഒത്തിരി പേർ, രക്ഷിക്കപ്പെട്ടവർ തന്നെ 3000 ഉണ്ടായിരുന്നു. 17 രാജ്യങ്ങളിലുള്ള ആൾക്കാർ അവിടെ കൂടിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകും നമ്മൾ കാണുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞത്, അവിടെ പത്രോസ് നടത്തിയ പ്രസംഗമായിരുന്നു. ഇനി നമ്മൾ യേശുവിൻ്റെ ശുശ്രൂഷ എടുത്ത് നോക്കിയാലും, ശിഷ്യന്മാരുടെ ശുശ്രൂഷ എടുത്ത് നോക്കിയാലും, പൗലോസിന്റെ ശുശ്രൂഷ എടുത്ത് നോക്കിയാൽ, ഇവരൊക്കെ പോയി ജാതികളുടെ ഇടയിലാണ് പ്രസംഗിച്ചത്. പക്ഷെ ദൈവസഭയിൽ മുഴുവൻ പഠിപ്പിക്കലുകളായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ദൈവസഭയിൽ പഠിപ്പിക്കലിന് വലിയ പ്രാധാന്യമുണ്ട്. അത് സിസ്റ്റമാറ്റിക്കലായി വചനം പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, യേശുവിൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഇനി അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം, ദൈവസഭയുടെ അഥവാ ക്രിസ്ത്യാനിറ്റിയുടെ തുടക്കം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടെയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ തുടക്കം എവിടെയാ? പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടെയാണ്. അല്ലെങ്കിൽ സഭയുടെ ഇനാഗുറേഷൻ നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടെയാണ്. ഇനി വേറൊരു പദവും കൂടെ പറഞ്ഞാൽ, ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് എ ബിലീവർ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, അഥവാ പരിശുദ്ധാത്മാവാണ്. സോ ഇതിൻ്റെ ഏറ്റവും വലിയ ഗൗരവമേറിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദൈവ പൈതൽ ആകുന്നത് എപ്പോഴാണ്? നമ്മൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ്. കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റൂ. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ബേസ് തന്നെ, നമ്മുടെ ക്രിസ്ത്യാനിത്വത്തിന്റെ ബേസ് തന്നെ എവിടുന്നാണ് തുടങ്ങുന്നത്? പരിശുദ്ധാത്മാവിനാലാണ് തുടങ്ങുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാൻ 14:16 വായിക്കണമെന്നില്ല, നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇതൊക്കെ വായിച്ച് വിശദീകരിച്ച് നമ്മൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം വായിക്കണമെന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യേശു പിന്നെയും പ്രോമിസ് ചെയ്യുക, തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം കൊടുക്കുക. അവരോട് പറയുന്ന കാര്യം ഇതാണ്,
ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. സോ നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവസഭയുടെ ക്രിസ്ത്യാനിറ്റിയുടെ ബേസ്, ആരംഭം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. സോ നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട, നമ്മൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. സോ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ഒരു ആത്മിക സത്യം ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഞാനൊന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അല്പം ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ലാസ്റ്റ് സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കും. ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് പ്രാർത്ഥനയിൽ മനസ്സിലായ ഒരു കാര്യം. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ നമ്മൾ ഇന്ന് ഈ 5 ദിവസവും ഇവിടെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ വേറൊരു പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ചതോ വേറെ എങ്ങൊന്നും കോപ്പി അടിച്ചതോ ഒന്നുമല്ല. പ്രാർത്ഥനാ സമയത്ത് ദൈവാത്മാവ് ഹൃദയത്തിൽ തന്ന കാര്യങ്ങൾ, വചനം വായിച്ചപ്പോൾ ദൈവാത്മാവ് പ്രകാശിപ്പിച്ച കാര്യങ്ങളാണ് കൂടുതലും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, എങ്ങാണ്ടൊന്നൊക്കെ കോപ്പി അടിച്ചുകൊണ്ട് വന്ന് പ്രസംഗിക്കുക. ഒരിക്കലുമല്ല. ദൈവാത്മാവ് ഹൃദയത്തിൽ ബോധ്യം തന്ന കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. സോ അതിലൊന്നാമത്തെ കാര്യം ഇതാണ്, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇന്ന് പല ദൈവമക്കൾക്കും അറിയാതെ പോയ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി വരെയുള്ള പുസ്തകം മൊത്തം വായിച്ചു നോക്കിയാൽ അവിടെ കാണാൻ പറ്റുന്നൊരു കാര്യം, പുതിയ നിയമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അക്ഷരികമായി സംഭവിച്ചോ അതിൻ്റെയൊക്കെ ഒരു നിഴല് പഴയ നിയമത്തിൽ കാണാനായിട്ട് കഴിയും. ഉദാഹരണം, കുഞ്ഞാട് അറുക്കപ്പെടുന്നൊരു കാര്യം, അതിൻ്റെ വ്യക്തമായ നിറവേറൽ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ നിഴലാണ് പഴയ നിയമത്തിൽ യഹൂദന്മാർ ഇസ്രായേൽ ആലയത്തിൽ വന്ന് ഒരു കുഞ്ഞാടിനെയോ കോലാട്ടുകൊറ്റിനെയോ അല്ലെങ്കിൽ മൃഗത്തെയോ ഒക്കെ അർപ്പിച്ച് ഈ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നത്. സോ പഴയ നിയമത്തിൽ ഷാഡോ അല്ലെങ്കിൽ നിഴലായിട്ട് കണ്ടു, പുതിയ നിയമത്തിൽ നമ്മൾ അതിനെ നിഴലായിട്ട് കാണുന്നു. ഇനി പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണ്, അഥവാ ഭൗതികമായിട്ടുള്ള അനുഗ്രഹമാണ്. ഈ ഒരു കാര്യത്തിൽ ഇന്നത്തെ ആത്മഗോളത്തിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് തിരിച്ചറിയാതെ നമ്മൾ പല മണ്ടത്തരങ്ങളും എഴുന്നള്ളിക്കാറുണ്ട്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുക. ഇത് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. പഴയ നിയമത്തിൽ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ കുറിച്ച് ആഗ്രഹിച്ചത് അവരെ ഭൗതികമായി തന്നെ എല്ലാ ലോക രാജ്യങ്ങളിൽ വെച്ചും ഇവരെ ഒരു ശ്രേഷ്ഠ ജാതിയാക്കുക, ഇവരെ ഒരു വ്യത്യസ്ത ജാതിയാക്കി ഒരു രാജ്യമാക്കി ഇവരെ ഇസ്രായേൽ നാട്ടിൽ കൊണ്ട് പാർപ്പിച്ച് ഇവരെ ഏറ്റവും ഉന്നതമായ നിലയിൽ, ഇവർക്ക് ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ കൊടുത്ത്, നന്മകൾ കൊടുത്ത്, ഇവർക്ക് വേണ്ടുന്ന സുരക്ഷ കൊടുത്ത്, ഇങ്ങനെ ഭൗതികമായ അനുഗ്രഹങ്ങൾ കൊടുത്ത് ഇവരെ ഒരു ഉന്നത ജാതിയാക്കി വെക്കാനാണ് ദൈവം പഴയ നിയമത്തിൽ ആഗ്രഹിച്ചത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം വായിച്ചാൽ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. കർത്താവ് പറഞ്ഞ, നിന്റെ വയലിനെ അനുഗ്രഹിക്കും, നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാലി അനുഗ്രഹിക്കപ്പെടും, നിനക്ക് രോഗമുണ്ടാകത്തില്ല, ഞാൻ നിന്റെ സൗഖ്യമാക്കുന്ന യഹോവയായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭൗതികമായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പഴയ നിയമത്തിൽ ഏറ്റവും അധികം പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവമക്കളെ നിങ്ങൾ ചെവി തുറന്ന കാര്യം കേൾക്കണേ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി മണ്ടത്തരങ്ങൾ എഴുതുള്ളൂ. മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്യുന്ന പെർമിഷൻ മാറ്റിയാൽ നല്ലതായിരിക്കും. ഓക്കെ. സോ പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ കാര്യം, ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോ. പുതിയ നിയമത്തിലെ ഫോക്കസ് എന്തുവാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഏത് കാര്യത്തിനാണ് പുതിയ നിയമത്തിൽ ഏറ്റവും അധികം പ്രാധാന്യത ദൈവവചനം കൊടുക്കുന്നത്? ഭൗതികമായ അനുഗ്രഹങ്ങളെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നത് വളരെ കുറവാണ്. നമുക്കറിയാം, സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ സുവിശേഷങ്ങൾക്കകത്ത് മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. പക്ഷെ അവിടുന്ന് നേരെ ലേഖനങ്ങളിലേക്ക് കടന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത് ദൈവസഭയുടെ എഡിഫിക്കേഷനാണ്, ദൈവസഭയുടെ ആത്മികമായിട്ടുള്ള ഉയർച്ചയെക്കുറിച്ചാണ്, ഉന്നമനത്തെക്കുറിച്ചാണ്. കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആത്മിക വളർച്ചയെക്കുറിച്ചാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള അനുഗ്രഹത്തിന് ഫോക്കസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഫോക്കസ് കുറവാണ്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്
പുതിയ നിയമത്തിൽ മനുഷ്യന്റെ ആത്മിക മനുഷ്യൻ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, അഥവാ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അക്ഷയഭൂഷണമായ ഗൂഢ മനുഷ്യൻ, അകത്തൊരു മനുഷ്യനുണ്ട്, ഇന്നർ മാൻ ഉണ്ട്. ആ മനുഷ്യന്റെ ആത്മികമായ വളർച്ച, ആ മനുഷ്യൻ യേശുവിനെ പോലെ ആയിത്തീരുക, ആ മനുഷ്യൻ ശക്തി പ്രാപിക്കുക, ആ മനുഷ്യൻ ആത്മനിറവ് പ്രാപിക്കുക, അവന്റെ മേൽ ദൈവാത്മാവിന്റെ ഗിഫ്റ്റുകൾ വരിക, ഈ മനുഷ്യൻ കർത്താവിനെ പോലെ ശുശ്രൂഷ ചെയ്യുക, സുവിശേഷം പ്രസംഗിക്കുക. ഇതൊക്കെയാണ് പുതിയ നിയമത്തിന്റെ ഫോക്കസ്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഒരിക്കൽ കൂടെ ഞാൻ പറയാം. പഴയ നിയമത്തിൽ ഭൗതികമായ കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുത്തിരുന്നപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭൗതികം എന്നുള്ളത് സെക്കൻഡറി ആയി, രണ്ടാമത്തേതായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് അകത്തെ മനുഷ്യന്റെ ആത്മികതയ്ക്കാണ്. അകത്തെ മനുഷ്യനെ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പൗലോസ് പറയുന്നത്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുക. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് തന്നിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കാനാണ്. നമ്മൾ ആ ഭാഗങ്ങളിലേക്കൊക്കെ വിശദീകരിച്ച് ചിന്തിക്കാൻ പോവുക. നിങ്ങളെ യേശുവിനെ പോലെ ആക്കി തീർക്കാനാണ് പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്നത്. അപ്പൊ പുതിയ നിയമത്തിന്റെ ഫോക്കസ് മൊത്തം എന്തുവാണ്? നമ്മൾ ആത്മികമായി. അതുകൊണ്ടാണ് എഫീസ് ലേഖനം എഴുതുമ്പോഴും പൗലോസ് പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. അതെന്തൊക്കെയാണെന്ന് നമ്മൾ പിന്നീട് ചിന്തിക്കും. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുക. അതിനകത്ത് പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ബി ലൈക്ക് ക്രൈസ്റ്റ്. യേശുവിനെ പോലെ നമ്മൾ ആയിത്തീരുന്ന ഏറ്റവും വലിയൊരു ആത്മിക പദവി. ഇതൊക്കെ മറന്നിട്ടാണ് നമ്മൾ ഇന്ന് പലപ്പോഴും ഭൗതികമായ അനുഗ്രഹത്തിന്റെ പിന്നാലെ, ഭൗതികമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ആശയം പറയട്ടെ. നിങ്ങൾക്ക് അതിനോട് യോജിക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്കത് ഉൾക്കൊള്ളാം, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഈ നമ്മൾ ന്യൂ ഇയറിനൊക്കെ വായിക്കുന്ന വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? മിക്കവാറും എല്ലാം പഴയ നിയമത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. പുതിയ നിയമത്തിന്റെ ഫോക്കസ്, പുതിയ നിയമത്തിന്റെ ലക്ഷ്യം മുഴുവൻ മനുഷ്യനെ ആത്മികമായി വളർത്തുവാനായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മനുഷ്യന് എന്താണ് പറയുന്നത്, ദുർമോഹം കൊടുക്കുക, മനുഷ്യനെ നമ്മൾ ദുർമോഹികളാക്കുക. എന്തുവാ? പഴയ നിയമത്തിലെ വാക്യങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് വന്ന്, പഴയ നിയമം തെറ്റാണെന്നോ അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമമില്ല. പഴയ നിയമത്തിന്റെ അത് നിഴലായി നിൽക്കുമ്പോൾ അതിന്റെ പൊരുളാണ് പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ നിയമത്തിന്റെ ഫോക്കസ് മുഴുവൻ ഭൗതികത്തിന്റെ അനുഗ്രഹത്തിലായിരിക്കുമ്പോൾ ആ അനുഗ്രഹം നമ്മൾ പുതിയ നിയമത്തിൽ മനുഷ്യനോട് പറയുമ്പോൾ അതില്ലെന്നല്ല, പക്ഷേ അതിന് നമ്മൾ മുൻതൂക്കം, ആത്മികത്തെക്കാൾ കൂടുതൽ ഭൗതിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ മനുഷ്യനെ നമ്മൾ ദുർമോഹികളാക്കി മാറ്റുക. വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിന്റെ ശരീരത്തെ അനുഗ്രഹിക്കും, അതനുഗ്രഹിക്കും, നിന്റെ അപ്പത്തെ അനുഗ്രഹിക്കും, വെള്ളത്തെ ഇതൊക്കെ സംഭവം ശരിയാ. പക്ഷേ നമ്മുടെ പ്രയോറിറ്റി, നമ്മൾ എന്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്? പുതിയ നിയമം മുൻതൂക്കം കൊടുക്കുന്നത് ആത്മമനുഷ്യനാണ്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. അത് പഴയ നിയമം മുൻതൂക്കം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്തും മുൻതൂക്കം കൊടുത്താൽ നമ്മൾ മനുഷ്യനെ ആത്മികമായി ചതിക്കുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് ആത്മഗോളത്തിൽ കാണുന്ന ഒരു വലിയ പ്രതിഭാസം, നമ്മൾ മനുഷ്യനെയൊക്കെ എല്ലാവരോടും പറയും, നിങ്ങൾ പള്ളിയിലോട്ട് പോവാ, എല്ലാ പ്രശ്നത്തിനും പരിഹാരം വരും. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് ചോദിക്കുക, പള്ളി വരുന്നതുകൊണ്ട് എല്ലാ മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം വരുന്നുണ്ടോ? കുറച്ച് നാളും കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ അത് പ്രതീക്ഷിച്ചാൽ വന്നത്, ഇത് പ്രതീക്ഷിച്ചാൽ വന്നത്, ഒന്നും നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ അവർ തിരിച്ചു പോകും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം, എനിക്ക് ഓർമ്മയുള്ളപ്പം തൊട്ട് ഞാൻ വിശ്വാസത്തില്ല. എൻ്റെ പപ്പ പാസ്റ്ററാ. എൻ്റെ ജീവിതത്തിൽ ഇന്നും പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത വിഷയങ്ങളുണ്ട്, മറുപടി കിട്ടാത്ത വിഷയങ്ങളുണ്ട്. അതിന്റെ അർത്ഥം യേശു പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനല്ലെന്നല്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പലരെയും ഭൗതികം പറഞ്ഞ് ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോവുക. നമ്മൾ റിയാലിറ്റി പറ, നമ്മൾ ഭൗതികം പറഞ്ഞല്ല മനുഷ്യനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ടത്. നമ്മൾ രക്ഷ പറഞ്ഞവരെ കൊണ്ടുവരണം. അവരോട് പറയണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പലപ്പോഴും വാക്ക് കൊടുക്കും, ദൈവം തരാത്ത ഉറപ്പ് നമ്മൾ അവർക്ക് കൊടുക്കും, നിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം വരും. കർത്താവ് പറഞ്ഞു എന്തുവാ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാ കർത്താവിന്റെ പ്രോമിസ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്തുവാ? നിന്റെ എല്ലാ പ്രശ്നവും മാറും. സോ ബൈബിളിനെ നമ്മൾ ബൈബിള് പറയുന്നത് പോലെ തന്നെ പ്രസന്റ് ചെയ്താൽ പല പ്രശ്നങ്ങളെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാര്യം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വീണ്ടും കേൾക്കാം. ഓക്കെ, ഇനി പുതിയ നിയമത്തിന്റെ കീ പേഴ്സണാലിറ്റി. പുതിയ നിയമത്തിനകത്ത് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം, മനുഷ്യരെക്കാൾ അധികം, മറ്റെല്ലാ ഘടകങ്ങളെക്കാളും അധികം പരിശുദ്ധാത്മാവാണ് കീ പേഴ്സൺ. എൻ്റെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു ആത്മജീവിതം നമുക്ക് സാധ്യമല്ല. ആ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ഈ ലോകത്തിൽ ഒരു നല്ല ക്രിസ്ത്യ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഇനി പരിശുദ്ധാത്മാവിന് നമ്മുടെ ലൈഫിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞാനാകട്ടെ നിങ്ങളാകട്ടെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ശരീരത്തിൽ നമ്മൾ വസിക്കുമ്പോൾ, ഈ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കാമോ? നിങ്ങളുടെ ശരീരത്തിന് ഇപ്പം എന്തൊക്കെ ആവശ്യമുണ്ട് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്? പ്രധാനമായിട്ടും മനുഷ്യന് എന്തോ വേണം? ഓക്സിജൻ ആവശ്യമുണ്ട്, അല്ലേ? ഓക്സിജൻ ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. 2, വെള്ളമില്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിന് നിലനിൽപ്പില്ല. 3, മനുഷ്യന് ഭക്ഷണമില്ലാതെ മനുഷ്യന്റെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകത്തില്ല. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വസ്ത്രം. വസ്ത്രം മനുഷ്യന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്, അല്ലേ? ഇന്നത്തെ മനുഷ്യന്റെ സമൂഹത്തിൽ, പിന്നെ ഇന്നത്തെ കൾച്ചറൊക്കെ മാറി, ഇന്ന് എത്രയോ ഇല്ലാതിരിക്കുന്നു അത്രയാണ് ഫാഷൻ, അത് വേറൊരു സംവിധാനം. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നഗ്നത മറയ്ക്കുക എന്ന് പറയുന്നത് അവൻ്റെ ആവശ്യത്തിൽപ്പെട്ട, ബേസിക് ആവശ്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇനി 5ാമത്തെ പ്രത്യേകത, മനുഷ്യന് ഷെൽട്ടർ ആവശ്യമാണ്. വിപരീതമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും കാലാവസ്ഥയിലും ഒക്കെ മനുഷ്യന് ജീവിക്കാനും സർവൈവ് ചെയ്യാനും പറ്റണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് ഷെൽട്ടർ ആവശ്യമാണ്. ഇനി അതുപോലെ ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയപ്പെട്ട 6 കാര്യങ്ങളും വേണ്ടിയത് ജീവനുള്ള മനുഷ്യനാണ്. ജീവനില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജനും വേണ്ട, വെള്ളവും വേണ്ട, ഫുഡും വേണ്ട, വസ്ത്രവും വേണ്ട, ഷെൽട്ടറും വേണ്ട, ഫെലോഷിപ്പും വേണ്ട, കൂട്ടായ്മയും വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച്, ഡെഡ് ബോഡി, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഒരു മുറിക്കകത്ത് കൊണ്ടുവന്നിട്ടാൽ ആ മനുഷ്യന് ഭക്ഷണം വേണമെന്ന് പറയത്തില്ല, വസ്ത്രം വേണമെന്ന് പറയത്തില്ല, എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ബോറടിക്കുന്നു, എവിടെയെങ്കിലും പുറത്ത് പോകണം, ആൾക്കാരെ കാണണമെന്നൊന്നും പറയത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾ വളരെ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പുറത്ത് കാണുന്ന മനുഷ്യനല്ല യഥാർത്ഥ മനുഷ്യൻ. നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് അക്ഷയഭൂഷണമായ ഗൂഢ മനുഷ്യൻ, ഇന്നർ മാൻ എന്ന് ഇംഗ്ലീഷ് വിളിക്കും. ഈ നമ്മുടെ ശരീരത്തിന് പല സംഗതികൾ ആവശ്യമുള്ളതുപോലെ തന്നെ ബേസിക്, ഇതിനേക്കാളും കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഈ നമ്മുടെ ശരീരത്തിന് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആവശ്യമുള്ളതുപോലെ തന്നെ നമ്മുടെ അകത്തുള്ള മനുഷ്യനും ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പോൾ എൻ്റെ അകത്തെ മനുഷ്യൻ, ഇപ്പം നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യന് ഒരു ഓക്സിജൻ ആവശ്യമുണ്ട്. ആ മനുഷ്യൻ്റെ ഓക്സിജൻ എന്തോന്നറിയാമോ? അല്ലെങ്കിൽ ആ മനുഷ്യന് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ പ്രകൃതിയിലുള്ള ഏത് ജീവിയെ എടുത്തു നോക്കൂ, ഈ പ്രകൃതിയിലുള്ള സകല, നമ്മുടെ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും അതതിന് ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അന്തരീക്ഷത്തിലാണ് ആ ജീവജാലങ്ങളൊക്കെ ജീവിക്കുന്നത്. ഉദാഹരണം, മനുഷ്യന് ഓക്സിജൻ ഉള്ള അന്തരീക്ഷത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. 2, നമ്മുടെ മീനുകളെയൊക്കെ എടുത്ത ജലജന്തുക്കൾ, ജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളും കാര്യങ്ങളും ഒക്കെ, അതിനെ ജലത്തിൽ നിന്ന് പുറത്തോട്ട് എടുത്താൽ അത് ചത്തുപോകും. അതിൻ്റെ കാരണം ആ ജലമാണ് അതിൻ്റെ അന്തരീക്ഷം. അതുപോലെ മണ്ണിനടി ജീവിക്കുന്ന ജീവികളുണ്ട്, അതിനെ മണ്ണിൽ നിന്ന് പുറത്തെടുത്താൽ അത് ചത്തുപോകും. നമ്മുടെ ബ്ലഡിനകത്ത് ജീവിക്കുന്ന അണുക്കളുണ്ട്, അതിനെ ബ്ലഡിൽ നിന്ന് പുറത്തെടുത്താൽ അത് ചത്തുപോകും. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യന് ജീവിക്കാൻ വേണ്ടുന്ന ഒരു അന്തരീക്ഷം ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ ഒരു മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ ആ അന്തരീക്ഷം ഇല്ലെങ്കിൽ നമ്മുടെ അകത്തെ ആത്മമനുഷ്യൻ മരിച്ചു പോകും. ആ അന്തരീക്ഷമാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. പ്രാർത്ഥനയില്ലാത്ത മനുഷ്യൻ എന്തു സംഭവിക്കും? ആത്മിക മരണം സംഭവിക്കും. ഓക്സിജൻ ഇല്ലാതെ മനുഷ്യന്റെ ശരീരം മരിക്കുന്നത് പോലെ പ്രാർത്ഥനയില്ലാത്ത മനുഷ്യൻ സ്ലോലി മരിച്ചുകൊണ്ടിരിക്കും. ഇനി 2ാമത്തെ കാര്യം വിട്ടിട്ട് 3ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പോവുകയാണത്. ഈ കാര്യം നമുക്ക് അവസാനം പറയാം. മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമുള്ള ഫുഡ്, ആ ഫുഡ് ചെന്നെങ്കിൽ മാത്രമേ മനുഷ്യന് ആരോഗ്യം ഉണ്ടാവൂ. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ ആ മനുഷ്യന് അകത്ത് ദൈവവചനമാകുന്ന റൊട്ടി, ദൈവവചനമാകുന്ന അപ്പം അകത്ത് ചെന്നെങ്കിൽ മാത്രമേ ആ മനുഷ്യന് ആരോഗ്യമുണ്ടാകുകയുള്ളൂ. ഇനി ദൈവവചന പ്രകാരം ഒരു മനുഷ്യന്റെ വസ്ത്രം, നമുക്കെല്ലാവർക്കും ഒരു വെള്ള വസ്ത്രം ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ക്രിസ്തുവിലാകുന്ന അന്ന് നമുക്കൊരു വെള്ള വസ്ത്രം ദൈവം തന്നിട്ടുണ്ട്. ആ വസ്ത്രത്തെ ചെളി പിടിപ്പിക്കാതെ, അതിനെ കളങ്കപ്പെടുത്താതെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. സോ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, ഒരു കല്യാണ വസ്ത്രമില്ലാതെ കല്യാണത്തിന് ചെന്ന ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് തന്നെ ഉപമ പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ വെള്ളയുടുപ്പ് ധരിച്ച ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. സോ വെള്ളയുടുപ്പ് നമ്മുടെ വിശുദ്ധ ജീവിതമാണ്, ഹോളി ലൈഫാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഷെൽട്ടർ, നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വീട് എല്ലാ മനുഷ്യനും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എന്നതുപോലെ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഷെൽട്ടർ എന്ന് പറയുന്നത് യഹോവയുടെ നാമമാണ്. ദ നെയിം ഓഫ് ദ ലോർഡ് ഈസ് ദ ഷെൽട്ടർ. ദൈവത്തിന്റെ നാമം ബലമുള്ള ഗോപുരമാണ്. അവിടെയാണ് ഒരു ആത്മമനുഷ്യൻ അഭയം പ്രാപിക്കുന്നത്.
ഇനി കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ കൂട്ടായ്മ ഇല്ലാത്ത ഒരാള്, കൂട്ടായ്മയ്ക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരാള്, ഞാൻ മുമ്പ് ഉദാഹരണം പറഞ്ഞല്ലോ, ഒരു ഡെഡ് ബോഡിയെ നമ്മൾ ഒരു മുറിക്കകത്ത് അടച്ചിട്ടാൽ ആ ഡെഡ് ബോഡി ഒരിക്കലും പറയത്തില്ല എനിക്ക് ഒരാളെ ഇവിടെ നിന്നിട്ട് ബോറടിക്കുക, എനിക്ക് പുറത്ത് പോകണം, 4 പേരോട് സംസാരിക്കണമെന്ന് പറയത്തില്ല. എന്താ അതിന്റെ കാര്യം? ആ മനുഷ്യൻ മരിച്ചു എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച്, വെള്ളം കുടിക്കാൻ താല്പര്യമില്ലാത്ത, ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്ത, വസ്ത്രം ധരിക്കാൻ താല്പര്യമില്ലാത്ത, ആൾക്കാരോട് കൂട്ടുകൂടാൻ താല്പര്യമില്ലാത്ത മനുഷ്യൻ ആരാ? അവൻ മരിച്ചവനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആത്മീക അർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്ത, വചനം വായിക്കാൻ താല്പര്യമില്ലാത്ത, ആത്മീക ജീവിതത്തോട്, വിശുദ്ധ ജീവിതത്തോട് താല്പര്യമില്ലാത്ത, കൂട്ടായ്മ കൂടാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ആരായിരിക്കും? അവർ മരിച്ചവരായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇനി അതിപ്രധാനമായ കാര്യം, മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി ബേസിക്കായി വേണ്ട ആവശ്യം എന്ന് പറയുന്നത് വെള്ളമാണ്, ജലമാണ്. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ആത്മമനുഷ്യന്റെ ജലം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. ദൈവദിനത്തിൽ പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് ഉപമിച്ചാ പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളെ, നമുക്കൊരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അകത്തെ ആത്മമനുഷ്യൻ ശോഷിച്ചു വരാൻ പാടില്ല. അവൻ പ്രാർത്ഥിച്ച് ആത്മീയ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവാകുന്ന ജലം ആവശ്യത്തിന് കുടിച്ച്, ദൈവവചനമാകുന്ന അപ്പം ഭക്ഷിച്ച്, വിശുദ്ധ ജീവിതമാകുന്ന വസ്ത്രം ധരിച്ച്, കർത്താവിൽ ആശ്രയിച്ച്, ആത്മീയ കൂട്ടായ്മ കൂടി ഓരോ ദിവസവും അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അവൻ ശക്തിയോടെ ബലപ്പെടണം. അതാ കർത്താവിൻ്റെ ആഗ്രഹം. എത്ര പേർക്ക് ഈ പ്രാർത്ഥന ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റും? കർത്താവേ, എന്നെ ആത്മീകമായി ഇന്ന് രാത്രി ബലപ്പെടുത്തണമേ എന്ന് കർത്താവിനോടൊന്ന് പറയാമോ? നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നത്. സോ അങ്ങനൊരു ബലം ഇന്ന് രാത്രി പ്രാപിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് ഈ വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടൊന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ മുൻപോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഈ വെള്ളം, ജലത്തെക്കുറിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഈ ജീവജാലങ്ങൾക്കെല്ലാം, ഇത് ഇവൻ സസ്യലതാദികളെ കുറിച്ച് എടുത്തു നോക്കിയാൽ പോലും, മനുഷ്യരാകട്ടെ സസ്യലതാദികളാകട്ടെ, വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ലോകത്തിൽ സിവിലൈസേഷൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നാഗരികതകൾ എവിടെയൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ടോ അതെല്ലാം വെള്ളത്തെ ബേസ് ചെയ്താ. നദീതട സംസ്കാരം എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് വിളിക്കുന്നത്, അല്ലെ? നദീതട സംസ്കാരം, ഹിന്ദു നദീതട സംസ്കാരം, പിന്നെ എന്താ പറയുക, നമ്മുടെ ടൈഗ്രീസ് നദിയുടെ തീരത്തുണ്ടായിരുന്ന സംസ്കാരം, നൈൽ നദിയുടെ തീരത്തുണ്ടായ സംസ്കാരം, ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൂട്ടമായി ചെന്ന് വസിച്ചത് മുഴുവൻ എവിടാ? വെള്ളമുള്ള സ്ഥലത്താണ്. അപ്പം മനുഷ്യ ജീവിതത്തിന് വെള്ളം എന്ന് പറയുന്നത് വളരെ അതിപ്രധാനമായ ഒരു കാര്യമാണ്. ഇനി ഭൂമിയുടെ സർഫേസ് എടുത്ത് നോക്കിയാൽ പോലും ഭൂമിയിൽ 71% വെള്ളമാണ്. വെള്ളമില്ലാതെ മനുഷ്യനോ സസ്യജാലങ്ങൾക്കോ ജീവിക്കാൻ പറ്റത്തില്ല. മനുഷ്യന്റെ ശരീരം എടുത്തു നോക്കിയാലും മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം 60% ജലമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ജലം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണെന്ന് തിരുവചനം പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ ഉപമിച്ചാണ് വെള്ളത്തെക്കുറിച്ച് ദൈവവചനത്തിൽ കാണുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ദൈവവചനം അങ്ങനെ പരിശുദ്ധാത്മാവിനെ വെള്ളമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അതിന്റെ ആഴം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഈ പ്രപഞ്ചത്തിൽ വെള്ളത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ, മനുഷ്യ ശരീരത്തിന് വെള്ളത്തിന് എത്രമാത്രം പ്രാധാന്യതയുണ്ടോ, ഈ ഭൂമിയിൽ വെള്ളത്തിന് എത്രമാത്രം പ്രാധാന്യതയുണ്ടോ, അത്രയേറെ പ്രാധാന്യത പരിശുദ്ധാത്മാവിന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. പ്രൈസ് ഗാഡ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ബട്ട് പരിശുദ്ധാത്മാവ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഘടകം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇന്നത്തെ സഭ, ഇന്നത്തെ ആത്മലോകം, അല്ലെങ്കിൽ ഇനി പുറത്തുള്ളവരെ വിട്ടേരും, നമ്മളെ തന്നെ എടുത്ത് നോക്കി. ഇന്ന് ആത്മലോകമൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ലൈഫിൽ മിസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുവാ? ഇന്നൊക്കെ പല സഭകളിലും ചെന്നാൽ ഭയങ്കര ബിൽഡിംഗ് ഉണ്ട്, ലൈറ്റ് സെറ്റപ്പ് ഭയങ്കരമാണ്, മ്യൂസിക് സിസ്റ്റം ഒക്കെ ഭയങ്കര, അവിടെ അടുത്ത് ചെന്നിരുന്നാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. ആ പരുവത്തിലുള്ള സൗണ്ട് സിസ്റ്റം എല്ലാം ഉണ്ട്. ഇതൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. മിക്കവാറും സഭകളിലും പലയിടങ്ങളിലും ഒക്കെ ചെന്നാൽ, പ്രത്യേകിച്ച് മ്യൂസിക് കോൺസേർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം, അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷേ വി മിസ് ദ ഹോളി സ്പിരിറ്റ്. ഇന്നത്തെ ആത്മലോകം മിസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്, ദൈവ സാന്നിധ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ പഴയ നിയമ പരിഭാഷയാണ് ദൈവ സാന്നിധ്യം. ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ആദമിനെയും ഹവ്വയെയും കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആദമിനെയും ഹവ്വയെയും കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവരോട് ചോദിച്ചേ, അവർ ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ ആ ഏദൻ തോട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? അവരവിടെ
എല്ലാ ഫലങ്ങളും ഭക്ഷിച്ച് അവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് അവിടെ ജീവിക്കുന്നവരായിരുന്നു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല ആ തോട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ തോട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ തോട്ടത്തിനകത്ത് ഇറങ്ങി വന്നുകൊണ്ടിരുന്ന ദൈവ സാന്നിധ്യമായിരുന്നു. 3:8 നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:8 യഹോവയായ ദൈവം വെയിലാറുമ്പോൾ തോട്ടത്തിന്റെ നടുവിൽ ഇറങ്ങി വരുമായിരുന്നു. പക്ഷെ ഒരിക്കലും അവർ പാപം ചെയ്തു, ആ തോട്ടത്തിൽ നിന്ന് അവർ പുറത്തിറങ്ങേണ്ടി വന്നു. ഇപ്പോൾ ആദമിനോട് ചോദിച്ചേ, ആദമേ എന്തോ സംഭവിച്ചു ലൈഫില്? വേറെ ഒന്നുമില്ല, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ ബാക്കി അതിനോട് കണക്റ്റഡ് ആയി കിടന്ന സകല അനുഗ്രഹങ്ങളും അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി. ഇനി വേറൊരു വ്യക്തിത്വത്തെ ഞാൻ പരിചയപ്പെടുത്താം. യൂദ യേശുവിനെ രാത്രിയിൽ കാണിച്ചു കൊടുക്കാൻ വരുന്നൊരു സംഭവമുണ്ട്. യേശുവിനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് പുള്ളിക്ക് പൈസ ഒക്കെ കിട്ടി, പുള്ളി വിട്ടുപോയി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ മനുഷ്യന്റെ ആയുസിൽ പിന്നെ സമാധാനം തന്നെ അറിഞ്ഞിട്ടില്ല. ഈ മനുഷ്യന് എന്തോ നഷ്ടമായത്? നമ്മുടെ യേശു തമ്പുരാനുമായിട്ടുള്ള ആത്മബന്ധ. നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ദൈവ സാന്നിധ്യമാണ് മനുഷ്യന് നഷ്ടമായത്. യേശുവിൻ്റെ കൂടെ നടക്കുന്ന, യേശുവിൽ നിന്ന് കേൾക്കുന്ന, യേശുവിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1 അവസാന വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ മനുഷ്യന് കിട്ടേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടേണ്ട ഈ മനുഷ്യൻ, അവൻ തള്ളപ്പെട്ടു. ആ സ്ഥാനം പിന്നെ മത്യാസന കിട്ടിയത്. ആ സ്ഥാനം മത്യാസന പിന്നെ കിട്ടിയത്. ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവ സാന്നിധ്യം നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിനെ പിന്നെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി വേറൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. ഷിംശോൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഈ മനുഷ്യനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ മനുഷ്യൻ, അവന്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? അവനൊരു വലിയ സൈസുള്ള മനുഷ്യനൊക്കെ ആയിരുന്നു. പക്ഷേ ആ മനുഷ്യന്റെ പ്രത്യേകത വേറൊന്നും ആയിരുന്നില്ല. ആ മനുഷ്യന്റെ മേലുണ്ടായിരുന്ന ദൈവ സാന്നിധ്യമായിരുന്നു. ഇപ്പൊ പുള്ളിയോടൊന്ന് ചോദിച്ചു നോക്കി, ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്തോ സംഭവിച്ചത് ഈ മനുഷ്യന്റെ ലൈഫിൽ. എന്തിൻ്റെയൊക്കെയോ പുറകിൽ പോയി. ഇവിടെ ആദമിന്റെ ലൈഫിൽ എന്തോ സംഭവിച്ചത്? അവര് കൺമോഹത്തിന്റെ പുറകെ പോയി പെട്ടുപോയി. ഇവിടെ യൂദയോട് ചോദിച്ചാൽ യൂദ പറയും പൈസയുടെ പുറകെ പോയി, ദൈവസാന്നിധ്യം പോയി. ഇവിടെ ശിംശോനോട് ചോദിച്ചാൽ പറയും ജഡാഭിലാഷത്തിന്റെ പുറകെ പോയി, തീർന്നു, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ആത്മലോകം മിസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവസാന്നിധ്യമാണ്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മിക്ക ആരാധനകളിലും ദൈവസാന്നിധ്യം ഇല്ല എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ സംജാതമായിരിക്കുക. ദൈവം പറയുന്ന പല ഭാഗങ്ങളുണ്ട് ഇസ്രായേലിന്, എൻ്റെ ഹൃദയം അവരെ വിട്ട് മാറി, എൻ്റെ ഉള്ളിൽ അവരോട് പ്രസാദമില്ല. ദൈവമക്കളെ, ഞാൻ ഈ ഭാഗം പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ, എന്തുവാ ഇന്ന് നമ്മുടെ ലൈഫിൽ മിസ് ചെയ്യുന്നത്? നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യമാണോ എന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി. ആ ദൈവ സാന്നിധ്യം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ പ്രധാനമായി, വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മുമ്പോട്ട് പോകട്ടെ. വെള്ളം ഒരു സ്ഥലത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ സ്ഥലം മുഴുവൻ വരണ്ടു പോകും. താഴെ ഒരു പിക്ചർ കൊടുത്തേക്കുന്ന കണ്ടോ? ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ സഭയുടെയൊക്കെ അവസ്ഥ ഇതാ, വന്നിരുന്ന് ഉറങ്ങിയേച്ചു പോകും. എപ്പോൾ പ്രസംഗം നിർത്തുന്നവർ ചിന്തിക്കും. വെള്ളം ഉണ്ടെങ്കിൽ ആ സ്ഥലമൊക്കെ പച്ചയായിട്ട് വളരാൻ തുടങ്ങും. അവിടെ റിവൈവൽ, ആ സഭയിൽ റിവൈവൽ ഉണ്ടാകും. ഇന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ, ആത്മാവില്ലാത്ത ഒരു ഡ്രൈ ലൈഫ് അല്ല എനിക്ക് വേണ്ടിയത്. ആത്മസാന്നിധ്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന, ഒരു ആത്മനിറവിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയുള്ള, ഒരു വ്യത്യസ്തതയുള്ള ജീവിതത്തിന് ഉടമയായിട്ട് മാറാനാ എനിക്ക് ഇന്ന് ആഗ്രഹം എന്ന് ദൈവത്തോടൊന്ന് പറയാമോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് മുൻപോട്ട് പോകട്ടെ. ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് എന്തുവാ സംഭവിക്കുന്നത്? നമ്മൾ വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവരാ. നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാറുണ്ട് അല്ലേ? എന്തിനാണ് നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നത്? രണ്ട് സന്ദർഭങ്ങളിലാണ് നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാറുള്ളത്. ഒന്ന്, വണ്ടി നല്ല കണ്ടീഷനോടും കൂടി ഓടിക്കൊണ്ടിരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് എവിടെയെങ്കിലും ചെന്ന് വഴി നിന്നു പോകാതിരിക്കാൻ, ഇത് കേടാകാതിരിക്കാൻ ഇതൊന്ന് സർവീസ് ചെയ്യുന്നത് നല്ലതാണ്. സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി
വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. കേടായിട്ടല്ല, മെയിൻ്റനൻസിന് വേണ്ടി, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. ഇനി ചില പാർട്ടികൾ വണ്ടി കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഇട്ട് വലിച്ച് ഓടിച്ചുകൊണ്ടിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമെങ്കിലും ഇത് നിന്ന് കഴിഞ്ഞ് പിന്നെ കെട്ടി വലിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യമാണ് പലപ്പോഴും പല വണ്ടിക്കാരും പല ആൾക്കാരും ചെയ്യാറുള്ളത്, ലാഭത്തിന് വേണ്ടി. ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഓരോ ദിവസവും നമ്മുടെ അകത്ത് പുതുക്കം പ്രാപിക്കാൻ വേണ്ടി, ഓരോ ദിവസവും അകത്ത് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടി. വണ്ടി കേടാകുമ്പോഴല്ല വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടത്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴല്ല ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്. ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് എപ്പോഴാണെന്നറിയാമോ? ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് എന്നും ഇരിക്കണം. എന്തിനാണെന്നറിയാമോ? ഇതിന് കേട് വരാതെ മുമ്പോട്ട് ഓടാൻ വേണ്ടിയിട്ടാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് തൊട്ട് ദൈവസന്നിധിയിൽ അങ്ങനെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്? എന്തെങ്കിലുമൊക്കെ കർത്താവ് ഇന്ന് ദൈവസാന്നിധ്യം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല ദൈവസന്നിധി പോയിരിക്കേണ്ടത്. ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ പോയിരിക്കണം. അത് നഷ്ടപ്പെടാതിരിക്കാൻ, ആ ദൈവസാന്നിധ്യം നമ്മുടെ അകത്ത് ആ ദൈവസാന്നിധ്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് തൊട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ പേഴ്സണലി അങ്ങനെ ഒരു തീരുമാനം എടുക്കണേ. നിങ്ങൾ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുക. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പെട്ടുപോകുമ്പോഴല്ല ദൈവസന്നിധിയിൽ വരേണ്ടത്. ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഒരു വലിയ താല്പര്യം നമ്മുടെ അകത്ത്, നമ്മുടെ ആത്മാവിൽ ഉണ്ടാകട്ടെ. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും നല്ല കമ്പാനിയൻ, ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സുഹൃത്തിന്റെ പേരാണ്, എന്നോട് ചേർന്നൊന്ന് പറയാമോ? പരിശുദ്ധാത്മാവ്. ഈ സ്നേഹിതന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ സ്നേഹിതൻ വഴിയിലിട്ടേച്ച് പോകത്തില്ല, സാഹചര്യം പ്രതികൂലമാകുമ്പോൾ മാറിപ്പോകത്തില്ല. ലോകത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് തൊട്ട് എന്തോ ചെയ്യണമെന്നറിയാമോ? ലോകത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഫ്രണ്ട് ഈ പരിശുദ്ധാത്മാവായിട്ട് അങ്ങ് മാറ്റണം. ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് നിങ്ങളുടെ വീട്ടിൽ വന്നെന്നിരിക്കട്ടെ. ആ സുഹൃത്തിനോട് കൂടി എത്ര നേരം നിങ്ങൾ സമയം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുമോ? ഇല്ല. എന്താ കാര്യം എന്നറിയോ? നിങ്ങൾ ആ സുഹൃത്തിനെ ഇഷ്ടപ്പെടുന്നു എന്ന അർത്ഥം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ എത്ര മണിക്കൂർ ആ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരുന്നാലും മടുക്കത്തില്ല. സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, അല്ലെ കേട്ടോണ്ടിരിക്കാൻ തോന്നും. ഇന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവേ, ഞാനൊരു കാര്യം കൂടെ ഒന്ന് ഇറക്കി പറഞ്ഞോട്ടെ. അല്പമൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് എന്നോട് വിരോധം വിചാരിക്കല്ലേ. നമ്മൾ പലപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന എപ്പോഴാണെന്നറിയോ? അല്ലെ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പെട്ടുപോകുമ്പോഴാണ്. അതുവരെ നമ്മൾ അന്വേഷിക്കത്തില്ല. നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നത്തിനകത്ത് നീ ആടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശത്രു നമുക്കെതിരായിട്ട് എഴുന്നേൽക്കുമ്പോൾ, അല്ലെ ഒരു വലിയ പൈസയുടെ ആവശ്യമുള്ളപ്പോൾ തന്നെ നമ്മൾ മുട്ടുമടക്കും. അല്ലെ നമ്മുടെ മക്കൾ എന്തെങ്കിലും പ്രതിസന്ധിയിലാവുമ്പോൾ, അവർ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ മുട്ടുമടക്കും. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കും. അപ്പം നമുക്കൊരു കാര്യം അറിയാം, ദൈവത്തെ കൂടിയേ പറ്റൂ. പക്ഷേ നമ്മൾ ഇതൊന്നും നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിലോ? സോ അങ്ങനെ നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ ദുഃഖിക്കുന്ന ഒരു മനസ്സുണ്ടെന്ന് നമ്മൾ മറന്നുപോലെ കേട്ടോ. അപ്പൊ ദൈവാത്മാവിന് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇവൻ കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് എൻ്റെ കൂടെ കൂടുന്നത്. ഇവന് പൈസ ഉള്ളപ്പോൾ എന്നെ വേണം, ജീവിതത്തിൽ രോഗമുള്ളപ്പോൾ എന്നെ വേണം, എല്ലാം ഉണ്ടോ ഇവൻ എന്നെ വേണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മനുഷ്യരെന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് ആവശ്യത്തിന് മാത്രമാണ് നിങ്ങളെ വിളിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തോ പറയും? നിങ്ങൾ ഇഷ്ടപ്പെടുവോ ആ വ്യക്തിയെ? എത്ര വലിയ അപരാധം നമ്മൾ കർത്താവിനോട് ചെയ്യുന്നല്ലേ. നമ്മൾ ആവശ്യത്തിന് മാത്രം കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആ കർത്താവിന്റെ മനസ്സിന് നമ്മളോട് പ്രീതി ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് ആ ഒരു സിസ്റ്റമൊക്കെ ഒന്ന് മാറ്റാവോ? കർത്താവ്, ഞാൻ ആവശ്യത്തിനല്ല നിന്റെ അടുക്ക വരുന്നത്, എനിക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലേലും നിന്നെ ആവശ്യമാണെന്ന് പറയാമോ? ഇത് വ്യക്തമാക്കാൻ വേണ്ടി സാധാരണ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജ്യത്ത് ഒരു വലിയ ഡിക്ലറേഷൻ നടത്തി, ഒരു വിളംബരം നടത്തി. താൻ പറഞ്ഞു, എൻ്റെ ഖജനാവിനകത്തുനിന്ന് ഇവിടെയുള്ള സ്വർണമോ വെള്ളിയോ ഇവിടെയുള്ള സമ്പത്ത് എന്തു വേണമെങ്കിലും എൻ്റെ രാജ്യത്തുള്ള എൻ്റെ പ്രജകൾക്ക് ആർക്കും വന്ന് ഇഷ്ടം പോലെ എടുത്തുകൊണ്ട് പോവാം. അദ്ദേഹം അങ്ങനെ ഒരു വിളംബരം നടത്താൻ വേണ്ടി കേൾക്കാനിരുന്നു. ആർത്തി പിടിച്ച ഈ മനുഷ്യരെല്ലാം കൂടെ ഓടി അങ്ങോട്ട് കയറി. രാജാവിൻ്റെ ഖജനാവിലുണ്ടായിരുന്ന പൈസയും അവിടെ ഉണ്ടായിരുന്ന വെള്ളിയും സ്വർണവും എല്ലാം വാരി എടുത്തുകൊണ്ട് ഓടുക, എല്ലാം എടുത്തുകൊണ്ട് ഓടുക. അപ്പം രാജാവ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ വളരെ അത്ഭുതവഹനായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. രാജാവ് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുഞ്ഞു പയ്യൻ മാറി ഇങ്ങനെ നിൽക്കുക. ഇവൻ ഈ ആർത്തിയും പരവേശവും ഒന്നുമില്ല അവൻ്റെ ഹൃദയത്തിനകത്ത്. ഇവനിത് ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്നും തോന്നുന്നില്ല, എടുക്കാൻ തോന്നുന്നില്ല. രാജാവിന് കൗതുകം തോന്നിയിട്ട് ഈ കുഞ്ഞിന് പയ്യൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് ചോദിച്ചു, മോനെ,
നിനക്ക് ഞാനിങ്ങനെ വിളംബരം നടത്തി, നീ കേട്ടില്ലേ? ഞാൻ കേട്ടു. നിനക്ക് ഇവിടെയുള്ള സാധനമൊക്കെ ഇഷ്ടംപോലെ എടുത്തുകൊണ്ട് പോകത്തില്ലേ, നീ എന്തുകൊണ്ട് എടുക്കാത്തെ? അദ്ദേഹം ആ പയ്യൻ വളരെ ദയനീയമായിട്ട് രാജാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, വളരെ ബുദ്ധിമാനായ ഒരു കുഞ്ഞായിരുന്നു, അവൻ രാജാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, രാജാവേ, എനിക്ക് ഈ വസ്തുക്കളെക്കാൾ അധികം എനിക്ക് വേണ്ടിയത് ഈ വസ്തുക്കളുടെ സർവ്വസമ്പത്തിന്റെയും ഉടയവനായ അങ്ങയെ എനിക്കിഷ്ടം, എനിക്ക് അങ്ങയെ വേണ്ടിയത്. ദൈവമക്കളെ, വളരെ അർത്ഥവത്തായ ഒരു കഥയാത് അല്ലേ? പലപ്പോഴും ഇന്നത്തെ ആത്മഗോളത്തിൽ നമ്മൾ കാണിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ? നമുക്ക് കർത്താവിനെ അല്ല സത്യത്തിൽ വേണ്ടിയത്. എന്തോ വലിയൊരു അപരാധം നമ്മൾ ചെയ്യുന്നല്ലേ. നമുക്ക് കർത്താവിനെ അല്ല വേണ്ടിയത്. സത്യത്തിൽ നമ്മളോട് ആലോചിച്ച് ചോദിക്കുക, നമുക്ക് എന്തോ വേണ്ടിയത് ഇന്ന് രാത്രി? നമുക്ക് ഇന്ന് രാത്രി എന്തോ വേണ്ടിയേ? എൻ്റെ വീടിൻ്റെ പണി നടക്കുമെന്ന് അറിയണം, എനിക്ക് പൈസ കിട്ടുമെന്ന് അറിയണം, എൻ്റെ വിസ റെഡിയാവുമെന്ന് അറിയണം, എൻ്റെ മക്കളുടെ ഭാവി നന്നാവുമെന്ന് അറിയണം, അവരുടെ കല്യാണം നടക്കുമെന്ന് അറിയണം. ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് ദൈവമക്കളെ, എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഇതൊന്നും വേണ്ടെന്നല്ല. ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് ഇതൊക്കെ ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്നുള്ള ബോധ്യം അകത്ത് വന്നിട്ട് ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പറയാൻ പറ്റുമോ, എൻ്റെ കർത്താവേ, ഇതിനേക്കാളൊക്കെ അധികം എനിക്ക് അങ്ങയെ വേണം എന്നൊന്ന് പറയാം? അങ്ങനെ പറയുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിനുണ്ടാകുന്ന സന്തോഷം എത്രമാത്രം അറിയാൻ പറ്റുമോ? അപ്പം കർത്താവിനുണ്ടാകുന്ന സന്തോഷം, അതാണ് നമ്മുടെ വിഷയം. പൈസ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് വേറൊരു വിഷയം. പക്ഷേ നമ്മൾ കർത്താവ് എനിക്ക് പൈസ കിട്ടിയാലും ഇല്ലേലും ഇതൊന്നും ഇല്ലെന്നോ വേണ്ടെന്നോ അല്ല കേട്ടോ. ഇതൊക്കെ ഉള്ളപ്പം തന്നെ എനിക്കിതിനേക്കാളൊക്കെ ഉപരി എൻ്റെ കർത്താവിനെയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം എന്തുമായിരിക്കും അല്ലേ? ആ രാജാവിന് അത് കേട്ടപ്പോൾ, ആ കുഞ്ഞു പയ്യൻ്റെ മനസ്സിലിരുന്ന ആ വാചകം കേട്ടപ്പോൾ ആ രാജാവിനുണ്ടായ സന്തോഷം എന്തുമായിരിക്കും? ഇന്ന് രാത്രി നമ്മുടെ പല വാക്കും കേൾക്കുമ്പോൾ കർത്താവിന് സന്തോഷം തോന്നട്ടെ, നമ്മുടെ ദൈവത്തിന് പ്രസാദം ഉണ്ടാകട്ടെ, നമ്മുടെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രസാദം നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അത്യുത്തമമായ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് മലയാളത്തിൽ, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന്റെ പേരാ പരിശുദ്ധാത്മാവ്. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ആ കോൺഫിഡൻസ് ഉണ്ട്? എൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു ഡിവൈൻ കമ്പാനിയനാണ്, നമ്മൾ പറഞ്ഞു, ദിവ്യമായ കൂട്ടാളിയാണ്. 2, ഈ പ്രപഞ്ചത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം, ആ വ്യക്തിത്വമായിട്ടാണ് എനിക്ക് കാര്യമുള്ളത്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വ്യക്തിത്വമാണ് എൻ്റെ കൂട്ടുകാരൻ, ആ വ്യക്തിത്വമാണ് എൻ്റെ അകത്തിരിക്കുന്നത്. സോ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണെന്നറിയാം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. പിന്നെ നമ്മൾ ഇതായിട്ട് വായിക്കുന്നത്, ഭൂമി പാഴായും ശൂന്യമായും കിടന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ഇരുളിന്റെ മേലെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് ദൈവം വിളിച്ചു പറയുന്നത്, ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ എന്തോ അവിടെ സംഭവിച്ചെന്നറിയാം? എക്സാക്ട്ലി, ഭൂമിയിൽ ഓൾറെഡി പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച മാത്രമല്ല, പരിശുദ്ധാത്മാവ് ആക്റ്റീവായി, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ സൃഷ്ടിപ്പ് മുഴുവൻ നടന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല. ദൈവവചനം റിലീസ് ആകുമ്പോൾ വർക്ക് ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ, പുതിയ നിയമത്തിൽ മുഴുവൻ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അവിടെ നടക്കുന്ന സകല പ്രവൃത്തികളുടെയും പിന്നിൽ ആരാ? പരിശുദ്ധാത്മാവാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിലും നടക്കുന്ന സകല കാര്യങ്ങളുടെയും പിന്നിൽ പരിശുദ്ധാത്മാവായിരിക്കും, പരിശുദ്ധാത്മാവിന്റെ കരമായിരിക്കും. സോ ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത നമ്മുടെ ലൈഫിൽ ഭയങ്കരമാണ്. നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചതിനേക്കാളും നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും അപ്പുറത്ത് വലുതാണ് പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ. ഇനി കർത്താവ് നമുക്ക് തന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്തുവാ? കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, സോ 1-ാമത്തെ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ 2-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവം എത്ര വലിയവനാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. 19-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് എടുക്കാമോ? ദൈവത്തിന്റെ വലിപ്പം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ദൈവത്തോടുള്ള നമ്മുടെ സമീപനം ഗൗരവമുള്ളതാകത്തുള്ളൂ. ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു,
നമ്മൾ ആരെയാണ് സമീപിക്കുന്നതെന്ന് നമുക്ക് അറിയണമെങ്കിൽ, മനസ്സിലാണ് അതിന്റെ ഗൗരവം നമ്മൾ കാണിക്കണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ വരുമ്പോൾ ആ ദൈവം എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ദൈവത്തോടുള്ള റെസ്പെക്ട് കൂടുന്നത്, ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവത്തിന്റെ ഒരു ഗൗരവം ഉണ്ടാകുന്നത്. സോ 19-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. ഞാൻ തന്നെ വായിക്കാം. 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിനെ വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. സോ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇത്രയും മാത്രമാണ്: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അപ്പൊ ആകാശത്തിൽ നോക്കിയാൽ എന്തോ കാണാൻ പറ്റും? ദൈവത്തിന്റെ മഹത്വം അഥവാ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ് ആകാശത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദൈവത്തിന്റെ കൈവേല എത്രയോ വലുതാണെന്ന് ആകാശത്ത് നോക്കിയാൽ മനസ്സിലാകും എന്നർത്ഥം. ഇനി ആകാശത്തേക്ക് നോക്കിയാൽ നമുക്കിപ്പോൾ ഒന്നും പിടികിട്ടത്തില്ല. ഇനി ആകാശത്ത് എന്തോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നാസയോട് ചോദിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകാശത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാലേ പറ്റത്തുള്ളൂ. സോ അവർ നടത്തിയ കുറേ ഗവേഷണങ്ങളെ കുറിച്ച് നമുക്ക് 1-2 കാര്യങ്ങൾ വേഗത്തിലൊന്ന് ചിന്തിക്കാം. സോ നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് നമുക്കൊന്ന് മനസ്സിലാവും. ഈ പ്രപഞ്ചത്തിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന ഗാലക്സി, നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ താമസിക്കുന്ന ഗാലക്സിയുടെ പേരാണ് മിൽക്കി വേ. ഈ മിൽക്കി വേക്കകത്ത് ഏകദേശം 40,000 കോടി നക്ഷത്രങ്ങളുണ്ട്. 40,000 കോടി നക്ഷത്രങ്ങളുണ്ട്. അതിനകത്ത് ഒരു നക്ഷത്രമാണ് നമ്മുടെ ഭൂമി. ഇതിനകത്ത് പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഒരു നക്ഷത്രമാണ് ഭൂമി. പിന്നെ ബാക്കിയുള്ള നമ്മുടെ 8 നക്ഷത്രങ്ങളും, സൂര്യൻ ഉൾപ്പെടുന്ന സൗരയൂഥം എന്നറിയപ്പെടുന്നത് എല്ലാം നക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. ഇതുപോലുള്ള മറ്റ് നക്ഷത്രങ്ങളുണ്ട്. ഭൂമിയേക്കാൾ വലിപ്പമുള്ളത്, ചന്ദ്രനേക്കാളും സൂര്യനേക്കാളും ഒക്കെ ഭയങ്കര വലിയ 10 ലക്ഷത്തിലധികം മടങ്ങ് വലിപ്പമുള്ള വലിയ വലിയ നക്ഷത്രങ്ങളുണ്ട്. ഇങ്ങനെ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടം, അതാണ് നമ്മൾ താമസിക്കുന്ന ഈ ക്ഷീരപഥം എന്ന് പറയുന്ന മിൽക്കി വേ എന്ന് പറയുന്ന താരാമണ്ഡലം. ഈ മണ്ഡലത്തിനകത്ത് 40,000 നക്ഷത്രമുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് വേറൊരു നക്ഷത്ര മണ്ഡലമുണ്ട്. ആ നക്ഷത്ര മണ്ഡലം അതുപോലെ ഇങ്ങനെ കുറെ നക്ഷത്ര മണ്ഡലങ്ങൾ കിടക്കുകയാണ്. സോ നമ്മുടെ നക്ഷത്ര മണ്ഡലത്തിൽ മാത്രം 40,000 നക്ഷത്രമുണ്ട്. 40,000 അല്ല, 40,000 കോടി നക്ഷത്രമുണ്ട്. 40,000 കോടി നക്ഷത്രത്തെ ഇരുന്ന് എണ്ണി ഒരായുസ് കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റുമോ? ഒരായുസ് കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റത്തില്ല. ഇതിനെല്ലാം പേരിടാൻ പറ്റുമോ? ഇതിനെല്ലാം തിരിച്ചറിയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ദൈവജനം എന്തോ പറയുന്നത്? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്ര മണ്ഡലങ്ങളെ മുഴുവൻ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന, ഇതിനെല്ലാം പേരിട്ട് വിളിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാ നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇനി ഇത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത. ഈ ഒരു നക്ഷത്ര മണ്ഡലം, നിങ്ങൾ ഈ പിക്ചർ ഒന്ന് കണ്ടു നോക്കിയേ. ഇതിനകത്ത് നിങ്ങൾക്ക് കുറെ കുത്തുകൾ കാണാൻ പറ്റും, കുറെ ഡോട്ടുകൾ കാണാൻ പറ്റുന്നുണ്ടോ? പല നിറത്തിലുള്ളത്. ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു നക്ഷത്ര ക്ഷീരപഥം ഉണ്ടല്ലോ, മിൽക്കി വേ. മിൽക്കി വേ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയേക്കുന്നുണ്ട്, സെൻട്രലായിട്ട് എഴുതിയിട്ടുണ്ട് മിൽക്കി വേ. ഇതിനകത്ത് ഒരു കുത്താണ് ആ മിൽക്കി വേ. എവിടാ? 40,000 കോടി നക്ഷത്രങ്ങളുള്ള ഒരു ആ നക്ഷത്ര മണ്ഡലത്തെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരു കുത്ത. അപ്പോൾ ഒരു കുത്തിനകത്ത് എത്ര നക്ഷത്രമുണ്ട്? 40,000 കോടി നക്ഷത്രമുണ്ട്. ഇപ്പോൾ മനുഷ്യൻ ഇതുവരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള നക്ഷത്ര മണ്ഡലങ്ങളുടെ ഒരു ആവറേജ് പിക്ചറാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നക്ഷത്ര മണ്ഡലങ്ങളുടെ ഒരു നക്ഷത്രമല്ല, നക്ഷത്ര മണ്ഡലങ്ങളുടെ ഒരു ഗ്രൂപ്പ് പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലോബ് പോലെ എടുത്താൽ ഈ മിൽക്കി വേയിൽ നിന്നുകൊണ്ട് അഥവാ ഭൂമിയിൽ നിന്നുകൊണ്ട് ചുറ്റും നോക്കിയാൽ ഇതുപോലെ അങ്ങോട്ട് എന്താ പറയുന്നത് 30 ദശലക്ഷം കോടി എന്താ പറയുന്നത് ലൈറ്റ് ഇയർ സഞ്ചരിച്ചാൽ പോകുന്ന ദൂരത്തിൽ കിടക്കുന്ന നക്ഷത്രങ്ങളും നക്ഷത്ര മണ്ഡലങ്ങളും അതെല്ലാം കൂടെ കൂട്ടി വെച്ച് എങ്ങനെ ഇരിക്കും? ഇതിനകത്ത് കാണുന്ന ഓരോ ഡോട്ടിനകത്തും 40,000 കോടി നക്ഷത്രമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്തിരിക്കുന്ന ഡോട്ട് എണ്ണി തീർക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിനകത്തുള്ള നക്ഷത്രങ്ങൾ എണ്ണി തീർക്കാൻ പറ്റും നമുക്ക്? ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഇതിനെയൊക്കെ ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ദൈവം, അവന്റെ കപ്പാസിറ്റി, അവന്റെ ശക്തിയുടെ വലിപ്പം, അവന്റെ എന്തോ അതിന് പറയുന്നേ, ആ ദൈവത്തിന്റെ കപ്പാസിറ്റി എന്തോ ആയിരിക്കും? ദൈവമക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഈ ദൈവത്തോടാണ് നമ്മൾ നമ്മുടെ വിഷയത്തെ ചെന്ന് പറയുന്നത്. ഈ ദൈവത്തോടാണ് നമ്മുടെ ആവശ്യത്തെ നമ്മൾ പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ ദൈവം, എനിക്ക് എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയത്തില്ല.
നമ്മുടെ നക്ഷത്ര മണ്ഡലത്തിൽ തന്നെ 40,000 കോടി നക്ഷത്രം ഉണ്ടെങ്കിൽ 40,000 കോടി ഇൻറ്റു കോടി കോടി എത്ര കോടി ഇടണമെന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല. അത്രയ്ക്ക് നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിനകത്ത്. ഇതിനെയൊക്കെ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിക്കാൻ നമ്മുടെ ദൈവത്തിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കപ്പാസിറ്റി എന്തുമായിരിക്കും? ഇതൊക്കെ സൃഷ്ടിച്ചത് യേശുവിന്റെ വചനത്താലാണ്. ആ വചനം വെളിപ്പെടുന്ന വ്യാപരിക്കുന്ന ശക്തി എന്തുവാ? യേശുവിന്റെ ആത്മാവാ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അവന്റെ വചനം പുറപ്പെടുമ്പോൾ വർക്ക് ചെയ്യുന്നത് അവന്റെ ശക്തിയാ, അവന്റെ ആത്മാവിന്റെ ശക്തിയാ. പ്രൈസ് ഗാഡ്. നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ ശക്തി എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും സ്വർഗത്തിലെ ദൈവം പകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും വലിപ്പവും ഒക്കെ എത്രവാ? ഇതൊന്നും നമുക്ക് വിവരിക്കാനോ ചിന്തിക്കാനോ ഒന്നും പറ്റത്തില്ല. ചിന്തിച്ചാൽ പാട്ടുപിടിക്കും, ചിന്തിച്ചാൽ ഈ തലയ്ക്ക് പാട്ടുപിടിക്കും. അത്രയും വലിപ്പമുണ്ട് ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് തന്നെ. ദൈവത്തിന്റെ സൃഷ്ടികളെ കുറിച്ച് ഇന്നും മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ, എല്ലാം വിട്ടേര്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ദൈവത്തിന്റെ സൃഷ്ടികളിൽ, ദൈവത്തിന്റെ കോടാനുകോടി സൃഷ്ടികളിൽ ഒന്ന് മാത്രമാ നമ്മുടെ ശരീരം. ഈ ശരീരത്തെക്കുറിച്ച് മനുഷ്യൻ പഠിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? വല്ലതും പഠിച്ചു തീർന്നോ? ഇന്നും മനസ്സിനെ കുറിച്ച് പഠിച്ച് മനുഷ്യൻ തീർന്നിട്ടില്ല. അപ്പൊ ആ ഇതൊക്കെ ഉണ്ടാക്കി ദൈവത്തിന്റെ കപ്പാസിറ്റി എന്തുമായിരിക്കും, ആ ദൈവത്തിന്റെ വലിപ്പം എന്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ദൈവങ്ങളെ? പ്രൈസ് ഗാഡ്. ഇനി ഒരു കാര്യം കൂടെ, ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ വീഡിയോ ഒന്ന് കാണിച്ച്, ഈ വീഡിയോ ഒന്ന് കാണുമ്പോൾ, ഒരു 2 മിനിറ്റത്തെ വീഡിയോ ഉള്ളൂ. ഇതൊന്ന് കാണുമ്പോൾ മനുഷ്യൻ എത്ര ചെറുതാണെന്നും ഈ പ്രപഞ്ചം എത്ര വലുതാണെന്നും നമുക്കൊന്ന് മനസ്സിലാകും. ജസ്റ്റ് ഒന്ന് കണ്ടാട്ടെ. ആയിരം കിലോമീറ്റർ ദൂരത്തു നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. വീണ്ടും ദൂരത്തോട്ട് പോയി 10,000, 100, 1000 കോടി കിലോമീറ്റർ ദൂരത്തു നിന്നൊക്കെ നോക്കിയാൽ ഭൂമി ഒന്നും കാണാനില്ല. ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റം. നൂറ് ബില്യൺ കിലോമീറ്റർ ദൂരത്തു നിന്ന് നോക്കിയാൽ ഇത്രേ കാണാൻ പറ്റത്തുള്ളൂ. ഇതിനകത്തൊക്കെ സൂര്യനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഭൂമിയെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഭൂമിക്കകത്ത് താമസിക്കുന്ന നമ്മുടെ കാര്യം വല്ലതും ചിന്തിക്കാനുണ്ടോ? ഇതാണ് പലതരത്തിലുള്ള ഓരോ ഡോട്ട് കാണുന്നതാണ് ഗാലക്സികൾ, ക്ഷീരപഥങ്ങൾ. അതെല്ലാം കൂടെ ചേർന്ന് കുറേ നക്ഷത്രങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ ആദ്യം നമ്മുടെ മിൽക്കി വേ. ഇതാണ് മിൽക്കി വേ. ഇതിൻ്റെ അടുത്ത് കാണുന്ന ഓരോ ഡോട്ടും വേറെ നക്ഷത്ര മണ്ഡലങ്ങളാണ്. അങ്ങനെ നക്ഷത്ര മണ്ഡലങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന, പ്രപഞ്ചം എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് മനസ്സിലാവും. ഇതിനെക്കുറിച്ചൊന്നും പറയാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒന്നും ഇന്നും മനുഷ്യന് പറ്റിയിട്ടില്ല. എന്തുവാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്? ഇനി മനുഷ്യന്റെ ശരീരത്തിനകത്തേക്ക് ഒരു ഞരമ്പിലേക്ക് ചെന്നാൽ ആ ഞരമ്പിനകത്തൂടെ പോയി ഓരോ സെല്ലിനകത്തും ചെന്നാൽ എത്രയോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീ എന്നെ അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആ പിക്ചർ നല്ലപോലെ കാണാൻ പറ്റിയായിരുന്നോ? നല്ലപോലെ കാണാൻ പറ്റിയോ?
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിന്റെ എന്താ പറയുക, ദൈവത്തിന്റെ ആ വലിപ്പം എന്തുവാ? ഈ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ദൈവത്തെക്കുറിച്ച് അവിശ്വസിക്കുമ്പോഴല്ലേ ദൈവത്തിന് കോപം ഉണ്ടാകുന്നത്. നമ്മൾ ദൈവത്തെ അവിശ്വസിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇവന് ഇത്രയും വലിയവനായ ദൈവത്തെ, ഈ ദൈവത്തെ അവിശ്വസിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെടാതിരിക്കുമോ? ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടാതിരിക്കുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ ദൈവത്തെ അവിശ്വസിക്കാൻ നമുക്ക് തോന്നുമോ? അപ്പൊ നമ്മുടെ അവിശ്വാസം ഉണ്ടാകുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാം. ഈ ദൈവത്തിന്റെ വലിപ്പം ഭയങ്കരമാണ്, ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നോക്കിയേ, ഈ കാണുന്ന സൂര്യന്റെ മുമ്പിൽ ഭൂമി എടുത്തു വെച്ചത് ഇത്രയേ ഉള്ളൂ. ഭൂമി എടുത്തു വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇനി ആ ഭൂമി ഇതാ ഇവിടെ ഒരു ചെറിയ പിക്ചർ ഡോട്ട് കാണാമല്ലോ, ഇവിടെ ഭൂമി. ആ ഭൂമിയുടെ മുമ്പിൽ സൂര്യൻ നോക്കി കുറച്ച് വലുതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രം, ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വലിയ നക്ഷത്രം എന്ന് പറയുന്നത് യുവൈ സ്ക്യൂട്ടി എന്ന് പറയും. ആ യുവൈ സ്ക്യൂട്ടിയുടെ മുമ്പിൽ സൂര്യൻ ഇത്രയേ ഉള്ളൂ. അങ്ങനാണെങ്കിൽ ആ സൂര്യന്റെ മുമ്പിൽ അതിനേക്കാൾ 109 മടങ്ങ് ചെറുതായ ഭൂമി, അതായത് 109 മടങ്ങ് വലിപ്പമുണ്ട് ഭൂമിയേക്കാൾ സൂര്യന്. അപ്പൊ ഇത് തമ്മിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്രയും വലിയ ഈ സ്ക്യൂട്ടി യുവൈ സ്ക്യൂട്ടി എന്ന് പറയുന്ന ഈ നക്ഷത്രത്തിന് മുമ്പിൽ സൂര്യൻ എന്തുകൊണ്ട്, ആ സൂര്യന്റെ മുമ്പിൽ നമ്മുടെ ഭൂമി എന്തുകൊണ്ട്, ആ ഭൂമിക്കകത്ത് വസിക്കുന്ന ഞാനും നിങ്ങളും എന്തുകൊണ്ട്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും അല്ലെ സങ്കീർത്തനക്കാരൊക്കെ പറഞ്ഞത് ഞങ്ങൾ വെറും കൃമിയാണെന്നല്ലേ നമ്മൾ പ്രാർത്ഥനയിലൊക്കെ പറയാറില്ലേ, കൃമിയും പോലും. സത്യത്തിൽ അത്രയും പോലും ഇല്ല. നമ്മൾ ഭയങ്കരമായി പ്രപഞ്ചം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പല തരത്തിലുള്ള നക്ഷത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു വന്നതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികൾ ഭയങ്കരമാണ്. ദൈവത്തിന്റെ കരം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മുടെ ദൈവം സത്യത്തിൽ അത്ഭുതവാനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ അകത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ആമുഖ കാര്യങ്ങളാണ്. ഇനി പരിശുദ്ധാത്മാവിന്റെ ട്രിനിറ്റി എന്നതിനെക്കുറിച്ച് വേഗത്തിലൊരു കാര്യം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ പലപ്പോഴും ഈ ട്രിനിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ തൃത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി എൻ്റെ എളിയ ബുദ്ധിയിൽ ഞാനൊന്ന് ശ്രമിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിനകത്ത് ട്രിനിറ്റി എന്ന് പറയുന്നൊരു പദം നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല, ത്രിത്വം. പക്ഷേ ദൈവത്തെ ഒന്നായിട്ടും മൂന്നായിട്ടും ഒക്കെ ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 3 ആളത്വമായിട്ട് നമുക്ക് ദൈവവചനത്തിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾ ഒരു തീ എടുത്ത് നോക്കിയാൽ തീ നമ്മൾ കാണുമ്പോൾ ഒന്നായിട്ടിരിക്കും. പക്ഷേ ആ തീയെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കാനായിട്ട് പറ്റും. വിഭജിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്ന്, അതിനകത്ത് കാണുന്ന ഒരു ഫ്ലെയിം ഉണ്ട്. ഫ്ലെയിം, അതിനാണ് നമ്മൾ തീ എന്ന് പറയുന്നത്. തൊട്ടാൽ പൊള്ളുന്നത്, അത് നമുക്ക് സ്പർശിക്കാൻ പറ്റുന്ന സംഭവമാണ്. അതിനാ തീ എന്ന് പറയുന്നത്. അതുകൂടാതെ അതിനകത്തുനിന്ന് വരുന്ന ഒരു വെളിച്ചമുണ്ട്. തീയുണ്ട്, വെളിച്ചമുണ്ട്, പിന്നെ അതിനെ തൊട്ട് നോക്കിയാൽ ചൂടുമുണ്ട്. ഓക്കെ, സോ ഈ 3 ഘടകങ്ങളും കൂടെ ചേരുന്നതാണ് തീ എന്ന് പറയുന്നത്. ഇനി മനുഷ്യന്റെ ശരീരം എടുത്ത് നോക്കിയാൽ മനുഷ്യന്റെ ശരീരത്തിൽ 3 ഘടകങ്ങളുണ്ട്. ദൈവവചന പ്രകാരം പ്രത്യേകിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾ മനുഷ്യന് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ എൻ്റെ ശരീരത്തെ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ ശരീരം മാത്രമല്ല എൻ്റെ അകത്തുള്ളത്. എൻ്റെ അകത്തൊരു പ്രാണനുണ്ട്, എൻ്റെ അകത്തൊരു ആത്മാവുണ്ട്. ഇത് 3 ഉണ്ട്. പക്ഷേ 3 അല്ല, 3 ഒന്നാണ്. ട്രിനിറ്റിയെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണിത്. ഇനി വെള്ളം എടുത്തു നോക്കി. വെള്ളത്തിന് 3 ഘടകമുണ്ട്. ഖരമായിട്ട് നമുക്കെന്നെ കാണാൻ പറ്റും, ജലമായിട്ട് കാണാൻ പറ്റും, അതിന് ഗ്യാസായിട്ട് കാണാം. ഇത് 3 ഘടകമുണ്ട്. ഈ 3 അല്ല, 3 രൂപത്തിൽ പല സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമെന്നേ ഉള്ളൂ. പക്ഷെ സംഭവം ഒന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ആ ട്രിനിറ്റിയുടെ ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു അതിപ്രധാനമായ കാര്യം കൊണ്ട് പറഞ്ഞു തരാം. ദൈവത്തിന്, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ദൈവം ഭയങ്കര അത്ഭുതവാനാണ്. അത്ഭുതവാൻ എന്നുള്ള വാക്കിനെ ഒന്നും വിശദീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല, അത്രയ്ക്ക് വലിയവനാണ് നമ്മുടെ ദൈവം. ഇനി വേറൊരു കാര്യം കൂടെ, നമ്മുടെ ഈ തലമണ്ടയ്ക്കകത്തൊന്നും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചാലൊന്നും, ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന നമുക്കൊന്നും ഈ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള തലമണ്ട പോരാ. ഈ തലക്കകത്തൊന്നും ദൈവത്തെക്കുറിച്ച് കേറത്തില്ല, അത്രയ്ക്ക് വലിയവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇതിന്റെ റിയാലിറ്റി ഒന്നും പലപ്പോഴും മനസ്സിലാകാറില്ല അല്ലേ. നമ്മുടെ ദൈവം ഭയങ്കരമാണ്. അത്രയും വലിയ ദൈവത്തിന് ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ തന്നെ 3 ഫോംസിൽ വെളിപ്പെടാൻ പറ്റത്തില്ലേ? ദൈവത്തെ കൊണ്ട് എന്തോ അസാധ്യമായിട്ടുള്ളത്? ഓൾ തിങ്സ് ആർ പോസിബിൾ ഫോർ ഗാഡ്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. സോ അങ്ങനെ ചിന്തിച്ചാൽ പോലും ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു വലിയ
ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം അല്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ള നിരീശ്വരവാദികളൊക്കെ തന്നെ പറഞ്ഞങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ കാര്യത്തിലേക്ക് നമ്മൾ വരാനായിട്ട് ആഗ്രഹിക്കുക. ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് ഉപമിച്ചാണ് തിരുവചനത്തിൽ നമ്മൾ പലയിടങ്ങളിൽ കാണുന്നത്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം. ആ വാക്യങ്ങൾ നമ്മൾ പിന്നീട് വായിച്ച് വിശദീകരിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, ഒരാശയം പറഞ്ഞിട്ട് മുൻപോട്ട് പോവുകയാണ്. ഇതെല്ലാം ഇൻട്രൊഡക്ഷനാണ്, നമ്മൾ ഇന്ന് പറയുന്നത് മൊത്തം ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷെ അല്പം കൂടെ വിശദീകരിച്ച് നമ്മൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ വെള്ളം, പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് ഉപമിച്ച് ദൈവജനത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇന്നത്തെ ആത്മലോകവുമായിട്ട് കമ്പയർ ചെയ്ത് ചിന്തിച്ചാൽ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും വെള്ളം കുപ്പി കൊണ്ട് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടോ ഇല്ലയോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്. വെള്ളം കൈ കൊണ്ട് നടക്കുന്നതും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും തമ്മിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മള് പരിശുദ്ധാത്മാവിനെ ഐ ആം ഇൻ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ ആണ് ഞാനെന്ന് പറയുന്നതും പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ഡീപ്പ്, എത്രമാത്രം ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പലരും, ഞാൻ തെളിച്ചങ്ങ് പറയാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, പലരും കുപ്പി വെള്ളം കൊണ്ട് നടക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കുന്നത്. ഏതാണ്ടൊക്കെ എന്തൊക്കെയൊന്ന് കേട്ടു, 2 അന്യഭാഷ എങ്ങാണ്ടൊന്ന് കിട്ടി, ഏതാണ്ടൊക്കെ ഒരു വെളിപ്പാടോ പേക്കിനാവോ ഒക്കെ കണ്ടു, നമ്മൾ വിചാരിക്കുന്ന ഇതാണ് പരിശുദ്ധാത്മ, ഇതാന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, മുമ്പേ നമ്മൾ പറഞ്ഞ ഇത്രയും പ്രപഞ്ചത്തേക്ക് ഉണ്ടാക്കിയ ദൈവത്തിന്റെ ആത്മാവിന് ഈ 2 അന്യഭാഷയും 2 വെളിപ്പാടും ഒക്കെ പറ്റത്തുള്ളൂ നമുക്ക് തരാൻ? അതാ ചോദിച്ചത്. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്, നമ്മൾ പരിശുദ്ധാത്മാവിലാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് നമ്മളിങ്ങനെ തൃപ്തിപ്പെട്ടു പോവാണോ? ഇനി വേറൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ യൂസ് ചെയ്യുവാണോ, പരിശുദ്ധാത്മാവ് നമ്മളെ യൂസ് ചെയ്യുവാണോ? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കും, കാര്യം നടത്തും. സത്യത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നറിയോ? ഈ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന കാര്യമുണ്ട്, ചെയ്തു തന്നേക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുക. കർത്താവേ, ഞാൻ അങ്ങോട്ട് പോവുക, എന്നെ കാത്തോണം. ഇത് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുക. കർത്താവേ, ഇന്ന ഒരു വിസ കിട്ടാനുണ്ട്, വീട് വെക്കാനുണ്ട്, പൈസ ആവശ്യമുണ്ട്, ഇന്ന കാര്യമുണ്ട്, ഇതെല്ലാം ചെയ്തു തന്നേക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുക. നമ്മൾ ഈ ലെവൽ വിട്ട് മാറി ഇന്ന് തൊട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കാൻ പോകുന്ന ലെവലിലേക്ക് നമ്മൾ കയറാൻ പോവാ. പ്രൈസ് ഗാഡ്. സന്തോഷമുണ്ടോ? ആ ഒരു തലത്തിലേക്ക് കയറാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് കാണാൻ എനിക്ക് സന്തോഷമുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥ വ്യത്യാസം മനസ്സിലായോ? നമ്മളിപ്പോൾ ചെയ്യുന്ന ഇന്നത്തെ ആത്മലോകം മുഴുവൻ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുക. നിങ്ങളൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നതാണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? ഓ ജീസസ്. ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ ഇന്ന് എന്നെ സമർപ്പിക്കുക. എൻ്റെ ശരീരത്തെയും എൻ്റെ ആത്മാവിനെയും പ്രാണനെയും ഞാൻ സമർപ്പിക്കുക. ഇന്ന് തൊട്ട് എന്നെ ഒന്ന് ഉപയോഗിച്ചു തുടങ്ങി. ഒന്ന് പ്രാർത്ഥിക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചേ. ഓ ജീസസ്, ഹല്ലേലൂയ. നമ്മൾ ഇതുവരെ നമ്മുടെ കാര്യം നേടാൻ വേണ്ടിയ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് തൊട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കുന്ന ഒരു ലെവലിലേക്ക്, എന്ന് പറഞ്ഞാൽ എവിടെ പോകണമെന്ന് അവൻ പറയും, എന്ത് ചെയ്യണമെന്ന് അവൻ പറയും, എന്ത് പ്രാർത്ഥിക്കണമെന്ന് അവൻ പറയും, എന്ത്, എങ്ങനെ, ആരോട്, എവിടെ, എല്ലാം പരിശുദ്ധാത്മാവ് പറയും. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കുന്ന ലെവൽ. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്ന ലെവലിൽ നിന്ന് മാറി ഇന്നോട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കുന്ന ലെവലിലേക്ക് നമ്മൾ മാറാൻ പോവാം. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? വേറൊന്നും ചെയ്യണ്ട, ബി അവൈലബിൾ. കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവേ, ഞാൻ അവൈലബിളാ, ഇഷ്ടം പോലെ എന്ത് വേണേലും. ഹല്ലേലൂയ. പണ്ടൊരു അമ്മച്ചി ഇങ്ങനെ പറഞ്ഞപ്പം ആയിപ്പോയതാ. അപ്പം അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ദേ കർത്താവിൻ്റെ ദാസി അടിയാട്ടി ഇവിടെ ഉണ്ട്, കർത്താവ് വേണേ വരുവോ പോവുമോ എന്നാ വേണേലും ചെയ്തോളാം പറഞ്ഞ പോലെ. അങ്ങനെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കോ? കർത്താവേ, അങ്ങ് എന്ത് വേണേലും ചെയ്തോ, സമർപ്പിക്കാം. അങ്ങനെ പ്രൈസ് ഗാഡ്. കർത്താവിൻ്റെ ഇഷ്ടം പോലെ. മറിയ പറഞ്ഞൊരു വാക്ക് ഓർക്കുന്നുണ്ടോ? മറിയ പറഞ്ഞൊരു വാക്ക്, എനിക്കറിയത്തില്ല നീ എന്നോട് പറഞ്ഞ കാര്യം സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. കന്യക ഗർഭിണിയാകും, ഞാനൊരു മകനെ, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ നാച്ചുറൽ നിയമങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും. ഒരു കന്യക ഗർഭിണിയാകുക എന്ന് പറയുന്നത് നാച്ചുറൽ കാര്യമല്ല.
ഈ പ്രകൃതിയുടെ നിയമത്തിന് പറ്റുന്ന കാര്യമല്ല. ചെങ്കടലിന് രണ്ടായിട്ട് തിരിയാന്ന് പറയുന്നത്, പിരിയാന്ന് പറയുന്നത് നാച്ചുറൽ നിയമത്തിന് വിരുദ്ധമായ കാര്യമാണ്. ചെങ്കടലിന്റെ യോർദാന്റെ ഒഴുക്ക് നിൽക്കുക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് വിരുദ്ധമായ നിയമമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രപഞ്ച നിയമങ്ങൾക്കും മുകളിലാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്വീകരിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, ആ പ്രപഞ്ചത്തിന് അതീതമായി വ്യാപരിക്കുന്ന ദൈവകൃപ, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എൻ്റെ മേൽ വ്യാപരിക്കട്ടെ, എൻ്റെ അകത്ത് വ്യാപരിക്കട്ടെ. ആ ആത്മസാന്നിധ്യം എന്നെ ഉപയോഗിക്കട്ടെ എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്ന ലെവൽ മാറി പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കുന്ന ലെവലിലേക്ക് വരാമെങ്കിൽ അവിടെയാണ് നമ്മുടെ ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞൊരു കാര്യം, നമ്മളെ ദൈവം എന്തിനാ ഈ ഭൂമി നിർത്തിയേക്കെന്ന് അറിയാമോ? കർത്താവിന് അവന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാ. ഓ ജീസസ്, ഇന്ന് രാത്രി നിരാശയോടൊക്കെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ആരെങ്കിലുടെയൊക്കെ അകത്ത് ഏതെങ്കിലുമൊക്കെ നിരാശയോ, ഞാനിങ്ങനെയൊക്കെ ആയല്ലോ, എൻ്റെ ലൈഫിൽ എന്താ മുമ്പോട്ട് പോകാൻ പറ്റാത്തത്, എനിക്കെന്താ ഉപയോഗിക്കപ്പെടാൻ പറ്റാത്തത്, എനിക്കെന്താ വിജയിക്കാൻ പറ്റാത്തതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ എന്തും എങ്ങനെയും ആയിക്കോട്ടെ, കർത്താവിന് ഇതൊന്നും വിഷയമല്ല. കർത്താവിന് അവന്റെ മഹത്വം നിങ്ങളിലൂടെ വെളിപ്പെടുത്താൻ അവന് പദ്ധതിയുണ്ട്. അതിനാണ് നമ്മൾ ഈ ഭൂമി വെച്ചേക്കുന്നത്. ഒന്ന്, അത് എഴുതി വെക്കാൻ പറ്റുമെന്ന് എഴുതി വെച്ചോ. എന്നിട്ട് ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ മഹത്വം എന്നിലൂടെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി എന്നിലൂടെ നിങ്ങളോട് വെളിപ്പെടുത്താനാണ് കർത്താവിന്റെ പദ്ധതി. കർത്താവിന് നേരിട്ട് ചെയ്യാൻ മേലാഞ്ഞിട്ടാണോ കർത്താവ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന്? കർത്താവിന് നേരിട്ട് ചെയ്തുകൂടായോ? കർത്താവിന് ചെയ്യാൻ പറ്റത്തില്ലേ? ചെയ്യാനുള്ള കപ്പാസിറ്റി ദൈവത്തിനില്ലേ? അവിടെയാ എൻ്റെ നിങ്ങളുടെ പ്രത്യേകത. ദൈവം നമുക്ക് കൽപ്പിക്കുന്ന വാല്യൂ. കർത്താവിന് നേരിട്ട് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ഉണ്ടാക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ ദൈവത്തിന് ഒരു രോഗിയെ സൗഖ്യമാക്കാനാണ് ബുദ്ധിമുട്ട്? നമ്മുടെ ആവശ്യമുണ്ടോ കർത്താവിന് ഒരു രോഗിയെ സൗഖ്യമാക്കാൻ? ഉണ്ടായിട്ടല്ല. നമ്മുടെ ആവശ്യം കർത്താവിന് ഉണ്ടായിട്ടല്ല. ദൈവം നമുക്ക് വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. പറയാം, മോനെ നീ കൈവച്ചോ, ഞാൻ സൗഖ്യമാക്കിക്കോളാം. രാത്രി അങ്ങനെയൊക്കെ അതിനെയൊക്കെ സ്വീകരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുകയല്ല, ഇന്നോട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങാം. ഓ ജീസസ്, ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുക, ചിലരുടെയൊക്കെ ലൈഫിന്റെ ഡയറക്ഷൻ ദൈവം ചേഞ്ച് ചെയ്യുക ഇന്ന് രാത്രി. ഓ റാപാല ശംഭല രഗസിയാധന. ഓ ജീസസ്, ഹല്ലേലൂയ. ആധനം തുറന്ന് 40 നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മസാന്നിധ്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുറിക്കകത്ത് വ്യാപരിക്കട്ടെ. ആത്മസാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിന്മേൽ. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ഇതുവരെ പരിശുദ്ധാത്മാവിനെ കണ്ടതുപോലെ അല്ല ഇന്നോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതുവരെ പരിശുദ്ധാത്മാവിനോട് സമ്പർക്കം പുലർത്തിയതുപോലല്ല ഇന്ന് തൊട്ട് നിങ്ങൾ പുലർത്താൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു തലം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യുക. ഓ ജീസസ്, ഹല്ലേലൂയ. ജുഡാരഗദൽ ഖനാരഗസിയാധന. അല്പനിമിഷം അന്യഭാഷകളിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ ലൈഫിന്റെ ലെവലിനെ ദൈവാത്മാവ് ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ ലൈഫിനകത്തെ ഒരു അടുത്തൊരു തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മ അന്തരീക്ഷത്തിനകത്ത് ഉയർത്താൻ ആഗ്രഹിക്കുക. ആമേൻ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് എന്നെ ഇന്ന് തൊട്ട് അങ്ങ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞേ. ഇതുവരെ ഞാൻ എൻ്റെ വ്യക്തി ലാഭങ്ങൾക്ക് വേണ്ടി, എൻ്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി പരിശുദ്ധാത്മാവെ അത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതൊന്നും പറയാൻ പോകുന്നില്ല. ജീസസ്, ജീസസ്, ജീസസ്. ശംധൽഖരാധന. ഞാൻ പിന്നീട് പറയാനിരുന്ന കാര്യമാണെങ്കിലും ദൈവാത്മാവ് എനിക്ക് പ്രേരണ തരുന്നത് കൊണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് തൊട്ട് നിങ്ങളെല്ലാവരും ഈ വാക്യം ഒന്ന് എഴുതി വെച്ചേ. ഈ വാക്യം ഒന്ന് എഴുതി വെച്ചിട്ട് ഇന്ന് തൊട്ട് ഈ വാക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഇതുകൊണ്ട് പറഞ്ഞിട്ട് പറയാം. നിങ്ങൾ ഒന്ന് വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം എല്ലാവരും വായിക്കണേ. നിങ്ങളുടെ എല്ലാവരും ബൈബിൾ തുറന്നേ. എല്ലാവരും നമ്മൾ ഇതുവരെ പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ഒരു ആന മണ്ടത്തരവും തിരുത്താൻ പോവാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 9 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യ, പക്ഷേ ഞാനൊന്ന് വേഗത്തിൽ വായിച്ചു വിടാം. ലൂക്കോസ് 9 അതിന്റെ 11-ാം അധ്യായത്തിന് 9-ാം വാക്യം. 11-ാം അധ്യായത്തിന് 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പക്ഷേ ഇതെന്തുവാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വാക്യം എല്ലാവരും വായിക്കണം. നമ്മൾ ഇതുവരെ നേരെ തലതിരിച്ച് അതൊക്കെ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഈവൻ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതും. ഇതിനൊന്ന് തിരിച്ച് വായിക്കാൻ പോവാം നമ്മൾ. ഈ 10-ാമത്തെ വാക്യത്തിൽ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. കർത്താവ് അത് സ്പഷ്ടമായിട്ട് പിന്നെ അത് ക്ലിയർ ചെയ്ത് പറയാം.
അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് കർത്താവ് ഇത് ക്ലിയർ ചെയ്യുകയാണ്. എന്നാൽ നിങ്ങളിൽ ഒരു 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 അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അപ്പത്തിന് പകരം കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ, ആ വാക്യം എല്ലാവരും വായിക്കണേ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ. അപ്പൊ എന്തോ യാചിക്കുന്നതിനെ കുറിച്ച് അവിടെ എഴുതിയേക്കുന്നത്? അപ്പൊ നമ്മൾ ഇതുവരെ എന്തോ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത്? മുട്ടം പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. യാചിപ്പീൻ, കണ്ണടച്ച് യാചിച്ചോ, ഡയറിക്കകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ, എന്തോ എഴുതി വെക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത് ഇവിടെ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആരും കുറ്റം പറയല്ല കേട്ടോ, ദൈവം അങ്ങനെ വിചാരിക്കല്ലേ. മത്തായി 7:7 വായിച്ചാൽ ഇത് തന്നെ അവിടെ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്. മത്തായി 7:7 അവിടെ ഇത് തന്നെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് പരിശുദ്ധാത്മാവ് എന്നുള്ള ഭാഗത്ത് അവിടെ എഴുതിയിരിക്കുന്നത് നന്മ എത്രയധികം കൊടുക്കുന്ന. അപ്പൊ ആ നന്മയാണ് നമ്മൾ ഭൗതികമാക്കി മാറ്റിയത്. അപ്പൊ യഥാർത്ഥത്തിൽ നന്മ എന്തുവാ? യഥാർത്ഥത്തിൽ നന്മ പരിശുദ്ധാത്മാവാ. യഥാർത്ഥത്തിൽ നന്മ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാ. അപ്പൊ ഇവിടെ പറയുന്നത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല യേശു പറയുന്നത്. മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കും, യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. ഇത് ആർക്കു വേണ്ടി? ആരെ കുറിച്ചാ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് അന്വേഷിക്കാൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് മുട്ടാൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് യാചിക്കാൻ ദൈവവചനം പറയുന്നത്. ഞാൻ ഇന്ന് രാത്രി ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞോട്ടെ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ദൈവമക്കള് നമ്മുടെ ഈ പേഴ്സണൽ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഡയറി ഉണ്ടല്ലോ, അത് വലിച്ചു കീറി കളയാമെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ രക്ഷപ്പെടും. അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ വീട്, എൻ്റെ മക്കളുടെ വിസ, എൻ്റെ സാമ്പത്തികം, എൻ്റെ വണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ എഴുതി വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തം സ്വാർത്ഥത അതിനകത്ത്. അയലോക്കൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൈയൊന്ന് കാണട്ടെ. എൻ്റെ അയലോക്കത്തുകാരൻ്റെ വിഷയങ്ങളെ ഡയറിക്കകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവര് കൈ ഉയർത്താൻ ചുണയുണ്ടോ എന്ന് കൈ ഉയർത്തി കാണിച്ചേ. ഒരു സിസ്റ്റർ, ഒന്ന് 2 പേര് കൈ ഉയർത്തി. ഓക്കെ, 2-3 പേര് കൈ ഉയർത്തി. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് നല്ല കാര്യം. ആ ഡയറി കീറി കളയണ്ട കേട്ടോ. അയലോക്കാർക്ക് കൊണ്ട് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോ, നോ ഇഷ്യൂ. അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവനവൻ്റെ കാര്യം എഴുതി വെച്ചേക്കുന്ന ഡയറി ഉണ്ടല്ലോ, അത് വലിച്ചു കീറി കളഞ്ഞേക്കണേ. ആ പേജ് കീറി കളഞ്ഞാൽ മതി. എന്നിട്ട് ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ഒരു നന്മയും കിട്ടിയില്ലേലും എനിക്കിന്ന് രാത്രി പരിശുദ്ധാത്മാവിന് വേണമെന്ന് പ്രാർത്ഥിക്കാവോ? നമുക്ക് വേണ്ടിയത് എന്താണെന്നറിയാമോ? നമുക്ക് വണ്ടിയും വെള്ളവും അല്ല വേണ്ടിയത്, നമുക്ക് വേണ്ടിയത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് വേണ്ടിയത് ആത്മസാന്നിധ്യമാണ്. നമ്മൾ മുമ്പേ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇന്നത്തെ ആത്മലോകം മിസ് ചെയ്യുന്നത് ദൈവ സാന്നിധ്യമാണ്. ഇന്നത്തെ പ്രസംഗത്തിനൊന്നും നമുക്കെന്തോ ഇന്നില്ലാത്തത്? ഹീബ്രു തൊട്ട് ഉറുദു തൊട്ട് സകല സംഭവം അറിയാം നമുക്ക്, അല്ലെ? ഗ്രീക്ക് എവിടെ നിന്നൊക്കെ എടുത്ത് എന്തൊക്കെയാണ് പ്രസംഗിക്കുന്നത് ആർക്ക്? പ്രസംഗിക്കുന്ന പുള്ളിക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെ എടുത്ത് എവിടെ നിന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ട് വരുന്നത്. സകല റൂട്ടും നമുക്കറിയാം, പക്ഷെ ആത്മസാന്നിധ്യം ഇല്ല. ദൈവ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കും, പ്രവൃത്തിയില്ല. രാത്രി ഈ സ്ഥിതിയെ നമുക്ക് മാറ്റണം. ഈ സ്ഥിതിയെ ദൈവാത്മാവ് മാറ്റാൻ ആഗ്രഹിക്കുക. എത്ര പേർക്ക് കൊതിയുണ്ട് ഇങ്ങനെ ഒരു ആത്മതലത്തിലേക്ക് കയറാൻ? ഇങ്ങനെ ഒരു ആത്മമണ്ഡലം ജീവിതത്തിൽ ഓപ്പൺ ചെയ്ത് കാണാൻ കൊതിയുള്ളവരുണ്ടോ? ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ചെയ്യേണ്ട കാര്യം, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരു ഹോംവർക്കും കൂടെ തന്ന് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. ഇന്നൊരു ഹോംവർക്കും കൂടെ തന്ന് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. ഓക്കെ, ഒരു 10 മിനിറ്റ് മുമ്പോട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, ഇന്നൊരു വലിയ ഹോംവർക്ക് നിങ്ങൾക്ക് തരാൻ പോവാം. ഈ വാക്യം തുറന്നു വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി എല്ലാവരും കടന്നു കഴിയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. എന്തോ പ്രാർത്ഥിക്കണം? ഇനി നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഡയറി കീറി കളയണമെന്ന് പറഞ്ഞില്ലേ? ഒന്നും മറന്നു കളയണ്ട. നമ്മൾ പ്രാർത്ഥിച്ച വിഷയം കർത്താവിനെ ഏൽപ്പിച്ചു. ഇനി കർത്താവ് അത് ഡീൽ ചെയ്തോളും. തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞു വെച്ച് ബാക്കിയുള്ള വിഷയത്തിലോട്ട് കിടക്കാം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണെന്നറിയാമോ? കർത്താവ് നിന്റെ ആത്മാവിന്റെ അളവറ്റ സാന്നിധ്യം എൻ്റെ മേൽ പകരണം. ജീസസ്. പ്രാർത്ഥിക്കാവോ? പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിച്ചു തുടങ്ങി. നിങ്ങൾ നാളെ തൊട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ തുടങ്ങും. നിങ്ങളെ നോക്കുന്ന രീതി മാറാൻ തുടങ്ങും. നിങ്ങളുടെ എന്താണ് പറയുന്നത്, നിങ്ങളുടെ എന്താണ് പറയുന്നത്, നിങ്ങളുടെ ശീലങ്ങൾ മാറാൻ തുടങ്ങും. നിങ്ങളുടെ പ്രവൃത്തികൾ മാറാൻ തുടങ്ങും. നിങ്ങൾ ഇടപെടുന്ന ഇടപാടുകൾ മാറാൻ തുടങ്ങും. ജീസസ്. ഇന്ന് രാത്രി അങ്ങനെ ഒരു വലിയ ചേഞ്ച് നമ്മുടെ അകത്ത് വരിക. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ട് ഞാൻ പറയാം, ഇന്ന് രാത്രി ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവൂ കേട്ടോ.
ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്തോ പ്രാർത്ഥിക്കാം? ഒറ്റ പ്രാർത്ഥന വിഷയം പ്രാർത്ഥിക്കാവും. കർത്താവേ, അങ്ങയുടെ ആത്മസാന്നിധ്യം എനിക്ക് വേണം. അതും കൂടെ പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ, ഇപ്പൊ നമ്മൾ വെള്ളത്തിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. വെള്ളം എടുത്തു വെച്ചിട്ട് കപ്പിനകത്ത് കോരി കുളിച്ചാലും കുളിയാ അല്ലേ? ഇനി ഒരു ഒരു പാത്രത്തിനകത്തോട്ട് പിള്ളേരെയൊക്കെ കുളിപ്പിക്കുന്ന ഇതുണ്ടോ, എന്താ പറയുന്നത്, ബാത്ത് ഡബ്ബ്, അതിനകത്തോട്ട് ഇറങ്ങിയിരുന്ന് കുളിച്ചാലും വെള്ളത്തിലാണ് കുളിക്കുന്നത്. ആ വെള്ളം നമ്മൾ ഉപയോഗിക്കുക. ഇനി വെള്ളത്തിൽ ഇറങ്ങി നിന്നാലും വെള്ളത്തിലാണ് നിൽക്കുന്നത്, വെള്ളമാ, സംഭവമൊക്കെ ശരിയാ. പക്ഷേ നമ്മളോട് തന്നെ ചോദിച്ചേ, ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്ന അത്രേ ഉള്ളോ? കപ്പുകൊണ്ട് കോരി കുളിക്കുന്ന പോലെ ഉള്ളോ? അതോ വെള്ളത്തിൽ ഇറങ്ങി ഇരിക്കുന്ന പോലെ ഉള്ളോ? അല്ലെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന പോലെ ഉള്ളോ? പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്നത് യോഹന്നാൻ 7:37 നദിയോട് തുലനം ചെയ്താ പറഞ്ഞേക്കുന്നത്. എസെക്കിയേൽ 47, അവിടെയൊക്കെ പിന്നീട് നമ്മൾ വരുന്നുണ്ട്. നദിയോട് തുലനം ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളൊരു നദിയുടെ തീരത്ത് നിൽക്കുകയെന്ന് വിചാരിച്ചു. നദിയുടെ തീരത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു സ്പൂണിനകത്തുനിന്ന് നിങ്ങൾ ആ നദിക്കകത്ത് ഒരു സ്പൂൺ എടുത്തിട്ട് നദിക്കകത്തുനിന്ന് വെള്ളം കോരിയാലും അതേ വെള്ളമാണ്, ടേസ്റ്റും അത് തന്നെയാണ്. പക്ഷെ ക്വാണ്ടിറ്റി മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, അതിന് അല്പം വ്യത്യാസം അർത്ഥം. നിങ്ങളൊരു ബക്കറ്റ് കൊണ്ടുപോയിട്ട് വെള്ളം കോരിയെന്ന് വിചാരിച്ചോ, വെള്ളം അത് തന്നെ, ക്വാളിറ്റി അത് തന്നെ, എല്ലാ സംഭവം തന്നെ. എന്തുകൊണ്ട്? ക്വാണ്ടിറ്റി മാത്രം വ്യത്യാസം, അളവ് വ്യത്യാസമുണ്ട്. ഇനി നിങ്ങളൊരു ടാങ്കർ ലോറി കൊണ്ടൊന്ന് വെള്ളം എടുത്തു പോയെന്ന് വിചാരിച്ചു, കുറച്ച് ക്വാണ്ടിറ്റി കൂടിയെന്നേ ഉള്ളൂ, വ്യത്യാസമുണ്ട്, ഇത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ അതുകൊണ്ടൊന്നും പരിശുദ്ധാത്മാവിന്റെ ലിമിറ്റ് തീർന്നു എന്ന് വിചാരിക്കരുത്. പരിശുദ്ധാത്മാവ് നദി പോലെ കിടക്കുക. എന്റെ ചോദ്യം, നിങ്ങൾ ഈ നദിയുടെ തീരത്ത് പോയി ഇരിക്കുന്നവരാണോ അതോ ഈ നദിക്കകത്തോട്ട് ഇറങ്ങുന്നവരാണോ? പരിശുദ്ധാത്മാവ് ഒരു നദിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ വ്യക്തമായ വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ പിന്നീട് വരും. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇവിടെ 2-3 ചെറുപ്പക്കാരിപ്പുണ്ട്. ഇവരെന്തോ കാണിക്കുന്നേ? ഒരു വെള്ളം കണ്ടോണ്ടിരിക്കുക. ഇവിടെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണോ അതോ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണോ? ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ടേക്ക് ഇനിഷ്യേറ്റീവ്. ഇനിഷ്യേറ്റീവ് എടുക്കണം നമ്മൾ. എന്തോ ഇനിഷ്യേറ്റീവ് എന്നറിയാമോ? എടുത്തങ്ങോട്ട് ചാട് പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിലോട്ട്. പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിലോട്ട് എന്ത് ചെയ്യണം? ഇന്ന് എടുത്തങ്ങോട്ട് ഇറങ്ങണം, ചാടി അങ്ങോട്ട് ഇറങ്ങണം. പറ്റുമെങ്കിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. എസെക്കിയേൽ 47-ാം അധ്യായം കൂടി ഇന്ന് രാത്രി വായിക്കണം. ആ നദിക്കകത്തോട്ട് ഇന്ന് രാത്രി ഒരു പുരുഷൻ കയ്യിൽ ചരടുമായിട്ട് വന്നിട്ട് പ്രവാചകനെ കൈക്ക് പിടിച്ച് വെള്ളത്തിലേക്ക് 1000 മുഴ വളർന്നു. എന്നിട്ട് കൈക്ക് പിടിച്ച് വെള്ളത്തിലോട്ട് ഇറക്കി. വീണ്ടും 1000 മുഴ വളർന്നു. ഇറങ്ങാൻ പറഞ്ഞു. അപ്പം വെള്ളം മുട്ടോളമായി. വീണ്ടും ഇറങ്ങാൻ പറഞ്ഞു. അരയോളമായി. വീണ്ടും ഇറങ്ങാൻ പറഞ്ഞു. നീന്തിട്ടല്ലാതെ കടപ്പൻ വയ്യാത്തൊരു ആത്മപ്രവാഹം. ഒരു ദൂതൻ വന്ന് കയ്യെ പിടിച്ചിറക്കുക വെള്ളത്തിലേക്ക്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുക, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ പരിശുദ്ധാത്മാവാകുന്ന നദിയിലേക്ക്, ഓ ജീസസ്, കൈ പിടിച്ചിറക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ ലൈഫിനകത്ത് ചരിത്രപരമായ ഒരു രാത്രിയായി മാറട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായി മാറട്ടെ. ഈ 5 ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പഠിച്ച് ദൈവാത്മാവിനെ കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത് അക്കൂട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും കൂടെ ചെയ്താൽ ഞാനൊരു കാര്യം ആത്മാവിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാം, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനൊരു ഉറപ്പ് തരാം, ഈ 5 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കത്തില്ല. ശാന്തലാൽക്കരാധന യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ചേഞ്ചിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ ഇന്ന് രാത്രി കൈപിടിച്ച് നടത്താൻ പോവാ. ഇനി നിങ്ങൾ ശുശ്രൂഷകരാണെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിനകത്ത് നിങ്ങളൊരു ഒരു ആളിനെ എൻകറേജ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് സംസാരിച്ചു കഴിയുമ്പോൾ ആ സംസാരിക്കുന്ന വ്യക്തിയുടെ അകത്ത് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് നിങ്ങൾ കാണും. അനോയിന്റിങ് ട്രാൻസ്ഫർ ആകുന്നത് നിങ്ങൾ കാണും. അനോയിന്റിങ് കൈവെക്കുമ്പോൾ മാത്രമല്ല ട്രാൻസ്ഫർ ആകുന്നത്, നിങ്ങളൊരു വ്യക്തിയെ നോക്കുമ്പോൾ അനോയിന്റിങ് ട്രാൻസ്ഫർ ആകും. നിങ്ങളൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനോയിന്റിങ് ട്രാൻസ്ഫർ ആകും. ഇംപാർട്ടേഷൻ നടക്കും. ജീസസ്, നിങ്ങളിലുള്ള ആത്മസാന്നിധ്യം. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേൾക്കുകയുണ്ടായി. മണിപ്പൂരിലെ നോർത്ത് ഈസ്റ്റിൽ എവിടെ ഉണ്ടായിരുന്ന ഒരു സൈറ്റാനിക് വർഷിപ്പ് ചെയ്യുന്നൊരു പയ്യൻ, അവൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് അവൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ സൈറ്റാനിക് വർഷിപ്പ് ചെയ്ത് നടന്നിരുന്ന കാലത്ത് ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവജനം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് കാണാമായിരുന്നു, ഇവർ നടന്നുപോയി 10 മിനിറ്റ് കഴിഞ്ഞാലും ഇവര് കാല് ചവിട്ടിയ സ്ഥലത്ത് തീ നിന്ന് കത്തുന്ന ഞങ്ങൾക്ക് കാണാമായിരുന്നു.
അടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത്, പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഓ ജീസസ്. വേറൊരു സൈറ്റാനിക് വർഷിപ്പിലുള്ള ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ പിള്ളേരെ ടാർഗറ്റ് ചെയ്യും, പിള്ളേരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ടാർഗറ്റുമായിട്ട് ഞങ്ങൾ പിള്ളേരുടെ അടുക്ക ചെല്ലും. പക്ഷെ ചില പിള്ളേരുടെ അടുക്ക ചെല്ലുമ്പോൾ അവരുടെ ചുറ്റും ഒരു തീ മതിൽ ഞങ്ങൾക്ക് കാണാം, ഒരു തീയോളം കാണാം, അടുക്കാൻ പറ്റത്തില്ലെന്ന്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയാമോ? വീട്ടിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു വിടുന്നത് പിള്ളേരാ, അവര് അപ്പനും അമ്മയും കൈവച്ച് പ്രാർത്ഥിച്ചു വിടുന്ന പിള്ളേരാ, അവരുടെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾക്ക്. പൈശാചിക മണ്ഡലങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കൽ അടുക്കാൻ പറ്റത്തില്ല. നാം അറിയാതെ ഒരു ദൈവ സാന്നിധ്യം നമ്മെ പിൻപറ്റുന്നുണ്ട് കേട്ടോ. ജീസസ്. ആ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? ഐ ക്യാൻ ഫീൽ ദാറ്റ് പ്രസൻസ് റൈറ്റ് നൗ. ആ സാന്നിധ്യം ഞാൻ അനുഭവിച്ചുകൊണ്ട് അത് പറയുന്നേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വീട്ടിനകത്ത്, നിങ്ങൾ അറിയാതൊരു ദൈവ സാന്നിധ്യം. ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതൻ, മിനിഞ്ഞാന്ന് എൻ്റെ ഒരു സ്നേഹിതൻ ഇവിടെ വന്നു. അദ്ദേഹം എന്നോട് പറയാ, ഞങ്ങൾ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മാറേണ്ടി വന്നു. എന്തിനാണെന്നറിയാമോ? അവർ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നേ. അവിടെ ഒരു മന്ത്രവാദിയായ സ്ത്രീയുണ്ട്, എപ്പോഴും പൂജയും പാട്ടും പരിപാടിയായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ഇവർ വീട്ടിലിരുന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൈയടിച്ച് അന്യഭാഷ പറയാൻ തുടങ്ങുമ്പോൾ ആ പെണ്ണുമ്പിള്ള കയറി വന്നിട്ട് കഥയെ കൊട്ടും, നിർത്ത, എനിക്ക് തലവേദന എടുക്കുന്നത്. അവരെ ഇറക്കി വിട്ടു അവിടുന്ന്. ദൈവമക്കളെ, നമ്മുടെ വില നമുക്കറിയത്തില്ല. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യത്തിന്റെ ഗൗരവം നമുക്കറിയത്തില്ല കേട്ടോ. ജീസസ്. ഇന്ന് രാത്രി തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ഒരുപക്ഷെ ഒന്നും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നും ഇല്ലെന്നായിരിക്കും നമ്മുടെ തോന്നല്. കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ നമ്മളൊക്കെ പണ്ടൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഒക്കെ റിസൾട്ടാണ് ഇന്ന് ജീവനോടിരിക്കുന്നത്. അല്ലെയൊക്കെ പണ്ടേ പിശാച് പറിച്ചെടുത്ത് നമ്മളെ ആറ്റിക്കളഞ്ഞാൽ. ഇന്നൊക്കെ ജീവനോടിരിക്കുന്നതൊക്കെ ദൈവം നമ്മുടെ മേൽ പകർന്ന ആത്മസാന്നിധ്യത്തിന്റെ റിസൾട്ടാ. എത്രയോ പ്രശ്നങ്ങളൊക്കെ വന്നു, നമ്മളൊക്കെ തകർന്നു പോകാതിരിക്കുന്നത് നമ്മുടെ മേൽ ദൈവം പകർന്ന ആത്മസാന്നിധ്യ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഒന്ന് രണ്ട് കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഒന്ന്, ദയവായിട്ട് ഇന്ന് രാത്രി നിങ്ങൾ ഈ പറഞ്ഞ 2 വാക്യങ്ങൾ വായിക്കുക. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 9 തൊട്ട് 13 വരെയുള്ള വാക്യം നിങ്ങൾ വായിക്കുക. പല ആവർത്തി വായിക്കുക. അത് നിങ്ങളോടുള്ള വചനം. അത് വായിക്കുക പല ആവർത്തി. ഒരു പ്രാവശ്യം വായിച്ചിട്ട് വിടല്ലേ, ആ മനസ്സിലായെന്ന് പറഞ്ഞ് വിടല്ലേ, പിന്നെ വായിക്കണം. എത്ര പ്രാവശ്യം വായിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം വായിക്കുക. അതുപോലെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം വായിക്കുക. പല ആവർത്തി വായിക്കുക. അത് പല ആവർത്തി. ആത്മനദി പുറപ്പെടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പിന്നീട് അത് ലാസ്റ്റ് നമ്മൾ ചിന്തിക്കാം, ദൈവം അവസരം തന്നാൽ. ഈ 2 വാക്യങ്ങൾ വായിച്ച ശേഷം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത്, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വണ്ടിക്കും വള്ളത്തിനും വേണ്ടി ഒന്നുമല്ല, ആത്മസാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുക. ഈ ക്ലാസ് കഴിയുന്നതിന് മുൻപ് തന്നെ ദൈവാത്മാവുമായിട്ടൊരു വലിയ എൻകൗണ്ടർ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. വലിയൊരു എൻകൗണ്ടർ ദൈവമായിട്ട് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു വലിയ ദൈവ സാന്നിധ്യത്തിന്റെ എൻകൗണ്ടർ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഒക്കെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഈവൻ എനിക്കും കൂടുതൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഇന്ന് രാത്രി അങ്ങനെ ഒരു ദാഹം, കർത്താവ് പറഞ്ഞൊരു വാക്ക് ഓർക്കുന്നുണ്ടോ? യോഹന്നാൻ 7:37 പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്ക് വരട്ടെ. ദാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. തുടർന്നുള്ള ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുക. മറ്റൊരു റിക്വസ്റ്റും കൂടെ, നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനമാകുന്നെങ്കിൽ ദയവായിട്ട് കുറേ ആൾക്കാരും കൂടി ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക. അവരോടും കൂടെ സഹകരിക്കാൻ പറയുക, കേൾക്കാൻ പറയുക. ഇന്ന് ആത്മലോകത്തിൽ കേൾക്കാൻ കിട്ടാത്ത ഒരു ടോപ്പിക്കായത്. എല്ലാവരും പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നത് വിടുതലും സൗഖ്യത്തിനും വേണ്ടിയിട്ടാണ്. നമ്മൾ വേറൊരു തലത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ പോവാ. പ്രൈസ് ഗോഡ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇത് എവിടുന്നേലൊക്കെ കേട്ട് പഠിച്ചിട്ട് റിസർച്ച് ചെയ്തിട്ടൊന്നും വന്ന് പ്രസംഗിക്കുന്നതല്ല, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതല്ല. ദൈവാത്മാവ് ഹൃദയത്തിൽ ബോധ്യം തന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ രാത്രി നിങ്ങളോട് പറയുന്നത്. ഇന്ന് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നാളെ തൊട്ട് നമ്മൾ ആ ഡീറ്റെയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകുക. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വലിയ ആഴങ്ങളിലേക്ക് നമ്മളെ ഇറക്കാനിടയാകട്ടെ. അത് നമ്മുടെ ലൈഫിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു അടുപ്പത്തിലേക്ക് നമ്മളെ കൊണ്ടുവരട്ടെ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻകൗണ്ടർ, നമ്മുടെ അകത്ത് ഫ്രൂട്ട്സ് ഉണ്ടാവട്ടെ, നമ്മുടെ അകത്ത് ഗിഫ്റ്റുകൾ ഓപ്പറേറ്റ് ആവാൻ തുടങ്ങട്ടെ. ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുൻപ്, ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും അകത്ത് ഏതെങ്കിലും ഗിഫ്റ്റ് ഓപ്പറേറ്റ് ആവണം. പരിശുദ്ധാത്മാവ് തരുന്ന ഏതെങ്കിലും കൃപാവരം ഓപ്പറേറ്റ് ആവണം. എല്ലാവരുടെയും അകത്ത് ഓപ്പറേറ്റ് ആവണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ട് നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നാളെ രാത്രിയിൽ ഇതേ സമയത്ത് വീണ്ടും കാണാം. ഈ കിട്ടിയിരിക്കുന്ന ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്യുക. മറ്റുള്ളവരും കൂടെ കൂട്ടിക്കൊണ്ട് വരിക. നമുക്ക് ഒരുമിച്ച് വീണ്ടും പഠിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.